കഥയുടെ തുടക്കത്തിൽ തന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായികയായിട്ടുള്ള സോങ് ഒരു ഷിൻ എന്ന് പറയുന്ന പയ്യനെ പ്രപ്പോസ് ചെയ്യുന്നതാണ്. അതും ഇവരുടെ കോളേജിൽ വെച്ചിട്ട് എല്ലാവരും വളരെ കൗതുകത്തിൽ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. കാരണം ഇവള് 99ാമത്തെ തവണയാണ് ഇവനെ പ്രപ്പോസ് ചെയ്യുന്നത്. ഇത്രയും നാളും ഇവൻ ഇവളെ റിജക്ട് ചെയ്യുകയായിരുന്നു. പക്ഷെ ഇവളുടെ ശ്രമമൊന്നും ഉപേക്ഷിച്ചില്ല, തുടർന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോഴും ഒരു മാറ്റമില്ലാതെ ഷിൻ ഇവളെ എല്ലാവരുടെ മുന്നിൽ വെച്ചും റിജക്ട് ചെയ്യുകയാണ് വീണ്ടും. അപ്പോൾ സോങ് ഇവനോട് എന്നെ ഇഷ്ടമാണെങ്കിൽ അത് ഇപ്പൊ തന്നെ പറഞ്ഞിക്ക്, ഞാൻ ഇനി എന്തായാലും ഇതും പറഞ്ഞ് നിന്റെ പിറകെ നടക്കാൻ പോകുന്നില്ല, ഇതോടുകൂടി ഞാനത് മതിയാക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ ഷിന് ഇവളുമായിട്ടുള്ള റിലേഷൻഷിപ്പിന് താല്പര്യമില്ല എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സോങ്ങും പിന്നെ ഇവന്റെ കാല് പിടിക്കാൻ നിൽക്കുന്നില്ല. ഇവളവനോട് ഞാൻ ഇനി നിന്നെ ശല്യം ചെയ്യാൻ വരില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷെ അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ബാക്കി സ്റ്റുഡൻസ് ഒക്കെ ഇത് എത്ര കണ്ടിരിക്കുന്നു, ഇവൾ ഇങ്ങനെ പറഞ്ഞാലും 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും ഇവന് പിറകെ നടക്കുന്നത് കാണാം എന്ന് പറഞ്ഞ് അവർ ബെറ്റ് വരെ വെക്കുകയാണ്. പക്ഷെ സോങ് ആണെങ്കിൽ ഇത്തവണ വളരെ സീരിയസ് ആണ്. ഇവൾ ഇത്രയും നാളും അവന്റെ പിറകെ നടന്നിട്ടും അവനത് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ ഇവള് ആ ഒരു ശ്രമം ഉപേക്ഷിക്കുന്നു. ഇവളുടെ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആ ഒരു കാര്യങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യാണ്. 99ാമത്തെ തവണയും താൻ ഫെയിലായി, അതുകൊണ്ട് ഇത് നിർത്തുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം സോങ് അവളുടെ വീട്ടിലേക്ക് വരുമ്പോ അമ്മയാണെങ്കിൽ ഇവളോട് വന്ന പാടെ തന്നെ ഇവളെ പിടിച്ചിരുത്തിയിട്ട് നീ വന്നോ, എനിക്കൊരു കാര്യം പറയാനുണ്ട്, നീ ഇപ്പൊ കുറച്ച് മാസം കൂടെ കഴിഞ്ഞാൽ ഗ്രാജുവേറ്റഡ് ആവും, ഇപ്പോ 23 വയസ്സുണ്ട്, അപ്പോ നീ ഇനിയും ഒരു കുട്ടിയൊന്നുമല്ല, അതുകൊണ്ട് നീ എത്രയും പെട്ടെന്ന് ഒരു പാർട്ണറെ കണ്ടെത്തണം, ഇനിയും സിംഗിൾ ആയിട്ട് കളിച്ച് നടക്കരുത്. നിന്റെ ആന്റി ഒരു കല്യാണാലോചന കൊണ്ടുവന്നിട്ടുണ്ട്, അതൊരു നല്ല പയ്യനാ, നല്ല ക്വാളിഫിക്കേഷൻ ഒക്കെ ഉണ്ട്, കാണാനും കൊള്ളാന്നാ പറഞ്ഞത്, നല്ല ജോലിയുണ്ട്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്, നമ്മുടെ ഫാമിലിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് നല്ലതാണ്. ആന്റി പറഞ്ഞത് ആ ഒരു പയ്യൻ നിനക്ക് നല്ല മാച്ച് ആയിരിക്കും എന്നാണ് എന്ന് പറഞ്ഞ് ഒരു വിവാഹാലോചന മുന്നോട്ട് വെക്കുമ്പോ അത് കേട്ട് ഇവള് ഷോക്കായി പോവാണ്. അമ്മയ്ക്ക് എങ്ങനെ എന്നോടൊരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാനൊക്കെ പറയാൻ തോന്നുന്നത്, ഞാൻ ഇത്രയും ഹാപ്പി ആയിട്ട് നടക്കുന്നത് കണ്ട് സഹിക്കുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും ഇവളെ പെട്ടെന്ന് ഷിൻ ഇവളെ റിജക്ട് ചെയ്ത ആ ഒരു കാര്യം ഓർക്കാണ്. സോ പെട്ടെന്ന് തന്നെ ഇവളുടെ മൈൻഡ് മാറിയിട്ട് അമ്മയോട് അല്ല എപ്പോഴത്തേക്ക് ഈ ഒരു ബ്ലൈൻഡ് ഡേറ്റ് അറേഞ്ച് ചെയ്തേക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അമ്മ നാളെയാണെന്ന് ഇവളോട് പറയുന്നു. അതിനുശേഷം നമ്മളെ പിറ്റേന്നാണ് കാണുന്നത്. ഇവളെ തലേന്ന് ഒരു സമ്മതം പറഞ്ഞത് കൊണ്ട് തന്നെ രാവിലെ തന്നെ അമ്മ ഇവളെ റെഡിയാക്കാനായിട്ട് ആളുകളെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ്. ഇവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കേണ്ട താമസം ഇവളെ തൂക്കിയെടുത്തോണ്ട് പോയി ഇപ്പൊ ആ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോകാനായിട്ട് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ പറഞ്ഞതുപോലെ തന്നെ സുന്ദരമായിട്ട് ഇവളെ റെഡിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവളപ്പോ അമ്മയോട് അമ്മയെ ഞാൻ ഇന്നലെ ഏതോ ഒരു മൈൻഡിലാ അങ്ങനെ പറഞ്ഞത്, വിചാരിച്ച് അത് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊക്കെ ഉണ്ടായിരുന്നോ, എനിക്കിപ്പോ പോകാനൊന്നും തോന്നുന്നില്ല എന്ന് പറയുമ്പോ അമ്മ സമയമില്ല പെട്ടെന്ന് തന്നെ ഇറങ്ങണം, ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് ഇവളെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് തള്ളിവിടാണ്. സോ അങ്ങനെ സോങ്ങും ആ ഒരു വ്യക്തിയെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. ഇവൾക്ക് നല്ല ടെൻഷൻ ഉണ്ട്. സോ ഇവള് സ്വയം ഒന്ന് കൂളാക്കിയിട്ട് ഒരു ബ്ലൈൻഡ് ഡേറ്റ് അല്ലേ, വലിയ കാര്യമൊന്നുമില്ല, എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവള് വരുമ്പോ ഇവളെ വെയിറ്റ് ചെയ്തുള്ളത് നമ്മുടെ കഥാനായകനായിട്ടുള്ള യു ആണ്. യു ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവളെ കണ്ട് അവനെ സ്വയം പരിചയപ്പെടുത്തുന്നു. പക്ഷെ ഇവന്റെ ആ ഒരു പേര് കേൾക്കുമ്പോ ഇവന്റെ പേര് ജിയാങ് യു എന്നാണ് ഫുൾ നെയിം. സോ ആ ഒരു ഫുൾ നെയിം കേൾക്കുമ്പോ ഇവൾക്ക് താൻ ഈ ഒരു പേര് മുന്നേ തന്നെ കേട്ടിട്ടുള്ളത് പോലെ ഫീൽ ആവുന്നു. എങ്കിലും ഇവള് സ്വയം ഇവനെയും പരിചയപ്പെടുത്തുന്നു. ഇവളാണെങ്കിൽ വളരെ നല്ല രീതിയിലാണല്ലോ ഒരുങ്ങി വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ യു ഇവളോട് ചോദിക്കുന്നുണ്ട് ഞാനുമായിട്ടുള്ള പ്രപ്പോസലിന് നീ ഓക്കെ ആണല്ലേ, അതുകൊണ്ടാണല്ലേ ഇങ്ങനെ റെഡിയായി വന്നത് എന്നൊക്കെ. പക്ഷെ ഇവൾക്കാണെങ്കിൽ ഒന്നും പറയാനില്ലാതെ അമ്മയെ നല്ലോണം സ്മരിക്കുന്നുണ്ട്. അമ്മയാണല്ലോ ഒരിക്കൽ കിട്ടി ഇങ്ങനെ പറഞ്ഞു വിട്ടത് ഇവളെ. അങ്ങനെ യു ഇവളോട് ഞാൻ കേട്ടതൊക്കെ ശരിയാണല്ലേ, നീ ജിയാങ് ഫാമിലിയുടെ യങ് ലേഡി ആവാൻ തയ്യാറായി നടക്കുകയാണല്ലേ എന്ന് ചോദിക്കുമ്പോ ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവനും ആ ഒരു കാര്യം ഇവളോട് പറയുന്നു. അതായത് ഇവൾക്ക് മുന്നേ തന്നെ ഷിൻ എന്ന് പറയുന്ന ഒരു പയ്യനെ ഇഷ്ടമായിരുന്നല്ലോ, ആ ഒരു പയ്യൻ മറ്റാരുമല്ല ഇവന്റെ മൂത്ത ചേട്ടന്റെ മകനാണ്. അതായത് ആ ഒരു പയ്യന്റെ അങ്കിളാണ് ഇവൻ. ഇവൾക്ക് അവനെ ഇഷ്ടമായിരുന്നു എന്ന കാര്യങ്ങളൊക്കെ ഇവന് നന്നായിട്ട് അറിയാം. ഷിന്നും ഇവന്റെ ഫാമിലി ആയിട്ടുള്ള ആ ഒരു ജിയാങ് ഫാമിലിയിൽ പെട്ടതാണല്ലോ. അതുകൊണ്ടാണ് ഇവൾക്ക് യുവിന്റെ ആ ഒരു ഫുൾ നെയിം കേട്ട സമയത്ത് ഫെമിലിയർ ആയിട്ട് ഫീൽ ആയത്. പക്ഷെ ഷിന്നും യുവും തമ്മിലുള്ള ബന്ധം അറിഞ്ഞ് ഇവളെ നല്ലോണം പെട്ടിരിക്കുകയാണ്. ഇവൾക്ക് ഇപ്പൊ നല്ല നാണക്കേടാവാണ്. കാരണം ഇവളുടെ ഇഷ്ടം പറഞ്ഞ് ഷിനിന്റെ പിറകെ ഒരുപാട് നടന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ നല്ല ചമ്മലാവുന്നുണ്ട്. സോ ഇനി അതിനെപ്പറ്റിയൊക്കെ എങ്ങനെയാ ഇയാളോട് എക്സ്പ്ലെയിൻ ചെയ്യാ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോ യു ഇവളോട് നീ എന്ത് തീരുമാനിച്ചു, നീ എന്നെ വിവാഹം കഴിക്കാൻ തയ്യാറാണെങ്കിൽ നിനക്ക് സുഖമായിട്ട് ജിയാങ് ഫാമിലിയുടെ യങ് ലേഡി ആവാൻ സാധിക്കും എന്ന് പറയുമ്പോ ഇവള് നിങ്ങൾ ശരിക്കും ഇതൊക്കെ ചോദിക്കുന്നതാണോ അതോ എന്നെ കളിയാക്കുന്നതാണോ എന്ന് ചോദിക്കുമ്പോ യു അല്ലെങ്കിൽ ഞാനിപ്പോ എന്തിനാ ഇവിടെ ഇരിക്കുന്നത്, ഞാൻ സീരിയസ് ആണ്, നിനക്ക് എന്നെ കുറിച്ച് എന്ത് വേണമെങ്കിലും ചോദിക്കാം, മടി കാണിക്കണ്ട, ഇനി ഓക്കെ അല്ലെങ്കിലും പറയാം എന്ന് പറയുമ്പോ ഇവള് ഇല്ല എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളെ കണ്ടിട്ട് നല്ല വ്യക്തിയായിട്ടാ തോന്നിയത് എന്ന് പറയുമ്പോ ഇവനും അപ്പൊ പിന്നെ നീ എന്നെ എപ്പോഴാ കല്യാണം കഴിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് വീണ്ടും ഷോക്കായി പോവാണ്. ഇവൻ വളരെ ഫാസ്റ്റ് ആയിട്ടാണല്ലോ കാര്യങ്ങൾ നീക്കുന്നത്. സോ ഇവള് അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ല നമ്മള് വളരെ യങ്ങായിട്ടുള്ളവരല്ലേ, ഇപ്പോഴൊക്കെ പെട്ടെന്ന് കല്യാണം വേണോ എന്ന് ചോദിക്കുമ്പോ ഇവൻ എനിക്കിപ്പോ തന്നെ 31 വയസ്സുണ്ട്, ഞാൻ എന്തായാലും എങ്ങൊന്നും അല്ല എന്ന് പറയുമ്പോ ഇവളത് കേട്ട് വീണ്ടും ഞെട്ടാണ്. ഇവൾക്ക് 23 വയസ്സാണല്ലോ ഉള്ളത്. ഇവളെക്കാട്ടിലും ഇവൻ ഒരുപാട് മുതിർന്ന വ്യക്തിയാണ് എന്നറിയുമ്പോൾ ഇവള് നന്നായിട്ട് തന്നെ ഷോക്കാവുന്നു. ഇതെന്താ നിങ്ങൾ നേരത്തെ പറയാതിരുന്നത്, 31 വയസ്സുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഇവള് മനസ്സിൽ 8 വയസ്സിന് മൂത്ത ഒരാളേക്ക് എങ്ങനെ വിവാഹം കഴിക്കുന്നത്, ഇയാൾ ഇപ്പൊ തന്നെ വയസ്സായില്ലേ എന്നൊക്കെയാണ് മനസ്സിൽ ആലോചിക്കുന്നത്. ഇവന് അത് നന്നായിട്ട് തന്നെ മനസ്സിലാവുന്നുണ്ട് ഇവൾ എന്തൊക്കെയാണ് ചിന്തിച്ചു കൂട്ടുന്നതെന്ന്.
അതുകൊണ്ട് തന്നെ ഇവളോട് നീ പറഞ്ഞു വരുന്നത് ഞാൻ അത്രയ്ക്ക് വയസ്സനാണെന്നാണോ എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് പറയാൻ പറ്റില്ലല്ലോ അത് തന്നെയാണ് താൻ ചിന്തിച്ചത് എന്ന്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു വട്ടമല്ലേ കണ്ടിട്ടുള്ളൂ, പെട്ടെന്ന് കല്യാണക്കാരിയൊക്കെ എങ്ങനെ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവൾക്ക് ഈ ഒരു വിവാഹത്തിന് താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടാൻ ശ്രമിക്കുന്നു. പക്ഷെ യു ആണെങ്കിൽ ഇവളോട് നീ ഇപ്പൊ ഈ വിവാഹത്തിന് റെഡി അല്ലെങ്കിൽ ഓക്കെ, നമുക്ക് കുറച്ചുനാൾ ഡേറ്റ് ചെയ്യാം, അതിനുശേഷം വിവാഹം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് വീണ്ടും ഇവളെ ഷോക്കാക്കുകയാണ്. ഇവൾ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്കി വിടാനാണല്ലോ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത്. പക്ഷെ ഒന്നും നടന്നില്ല. ഇവൾക്ക് കറക്റ്റ് ആയിട്ട് ഇവനോടൊരു നോ പറയാൻ സാധിച്ചിട്ടില്ല. ഇപ്പൊ ഇവര് തിരിച്ചിറങ്ങി യുവിന്റെ കാറിൽ തന്നെയാണ് ഇവളെ കൊണ്ടാക്കാനായിട്ട് പോകുന്നത്. യു ഇപ്പൊ തന്നെ ഇവളോട് വളരെ ക്ലോസ് ആയിട്ടാണുള്ളത്. അവൾ ആസ്വദിച്ച് കഴിച്ച ആ ഒരു ഫുഡ് പ്രത്യേകം തന്നെ ഇവൾക്ക് വേണ്ടി എടുത്തോണ്ട് വന്നിട്ടുള്ളത് കൊടുക്കുന്നു. ഇവളും താങ്ക്സ് പറഞ്ഞ് അത് മേടിച്ചിട്ട് എത്ര രൂപയെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, ഞാനിപ്പോ തന്നെ ട്രാൻസ്ഫർ ചെയ്തേക്കാം, നമ്പർ പറയും എന്ന് പറയുമ്പോൾ ഇവൻ അന്തം വിട്ടു പോവാണ്. ഇവള് ഒരു ടോട്ടൽ സ്ട്രേഞ്ചർ ആയിട്ടാണല്ലോ ഇവനോട് ബിഹേവ് ചെയ്യുന്നത്. സോ ഇവനത് മനസ്സിലാക്കി ഇവളോട് ഞാൻ നമ്പറൊക്കെ തരാം, പക്ഷെ പൈസയൊന്നും വേണ്ട, മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇവൾക്ക് ഐഡിയ കൊടുക്കുന്നത്. അപ്പൊ ഇവളാണെങ്കിൽ ഇവളുടെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഇവനോട് പറഞ്ഞു കൊടുക്കുമ്പോ ഇവൻ തനിക്കതൊക്കെ അറിയാം എന്ന് പറയുന്നു. അപ്പോ സോങ് ഇവനോട് എന്റെ അഡ്രസ് ഒക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാവുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ എനിക്ക് നീ ഒരു പരിചയമില്ലാത്ത വ്യക്തിയല്ല, നിന്റെ അഡ്രസ് കണ്ടെത്തുക എന്നുള്ളത് എനിക്ക് എത്ര പ്രയാസപ്പെട്ട കാര്യമൊന്നുമല്ല എന്ന് പറയുമ്പോ ഇവളൊന്നും മിണ്ടുന്നില്ല. അതിനുശേഷം ഇവിടെ അമ്മയാണെങ്കിൽ 10 മണിക്ക് പോയവള് എന്താ ഇതുവരെയായിട്ടും തിരിച്ചു വരാത്തത് എന്ന് ആലോചിച്ച് നിൽക്കാണ്. അപ്പോഴേക്കും യു തന്നെയാണ് സോങ്ങിനെയും കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നത്. അമ്മയാണെങ്കിൽ ഇവനെ കണ്ട് ഇവളോട് അല്ല ഇതാരാ മോളെ എന്ന് ചോദിക്കുമ്പോ ഇവളും അമ്മയ്ക്ക് അറിയില്ലേ ഇതാരാണെന്ന്, ഇതാ അമ്മ ബ്ലൈൻഡ് ഡേറ്റിന് പറഞ്ഞു വിട്ട വ്യക്തി എന്ന് പറയുമ്പോഴാണ് അമ്മയും ഈ ഒരു പയ്യനെ നേരിട്ട് കാണുന്നത്. അപ്പൊ യു ആണെങ്കിൽ ഇവന്റെ ഫുൾ നെയിം പറഞ്ഞ് ഇവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അത് കേട്ട് ഇവര് ഷോക്ക് ആവുകയാണ്. കാരണം ഇവന്റെ ആ ഒരു ജിയാങ് ഫാമിലി എന്ന് പറയുന്നത് വളരെ പരിചിതമായിട്ടുള്ള ഒരു ഹൈ സ്റ്റാറ്റസ് ഉള്ള ഫാമിലിയാണ്. ഇവരുടെ സിസ്റ്ററോ സംതിങ് ആണ് ഇവൾക്ക് ഈ ഒരു ആലോചന കൊണ്ടുവന്നത്. ആ ഒരു സിസ്റ്റർ പറഞ്ഞത് ബ്ലൈൻഡ് ഡേറ്റിന് വരുന്ന വ്യക്തി പ്രൊഫസർ ആണ് എന്ന് മാത്രമായിരുന്നു. ആ ഒരു ജിയാങ് ഫാമിലിയിലെ പയ്യനാണ് എന്ന കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോ യു ആണെങ്കിൽ ഇവളുടെ അമ്മയോട് ആന്റി ഞങ്ങൾ രണ്ടുപേരും പരസ്പരം സാറ്റിസ്ഫൈഡ് ആണ്, അതുകൊണ്ട് തന്നെ സോങ്ങിന്റെ പാരന്റ്സിനെ കാണേണ്ടത് എന്റെ റെസ്പോൺസിബിലിറ്റി അല്ലേ, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയുമ്പോൾ സോങ് അല്ല ഞാൻ എപ്പോഴാ സാറ്റിസ്ഫൈഡ് ആയത് എന്നാണ് ചിന്തിക്കുന്നത്. ഇവളെ വിചാരിക്കുന്ന പോലെയൊന്നും കാര്യങ്ങൾ നടക്കുന്നേ ഇല്ല. എല്ലാം യു ആണെങ്കിൽ മുന്നേ പ്ലാൻ ചെയ്ത പോലെയാണ് നടക്കുന്നത്. പക്ഷെ അമ്മയ്ക്കാണെങ്കിൽ അത് കേട്ട് ഭയങ്കര സന്തോഷവുമാണ്. ഇവര് പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു പ്രപ്പോസൽ ആണല്ലോ ഇവൾക്ക് ഇപ്പോൾ വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ യുവിനോട് മോനെ ഇവളുടെ അച്ഛൻ കമ്പനിയിൽ പോയിക്കാ, ഞാൻ വേണമെങ്കിൽ ഇപ്പൊ തന്നെ വിളിക്കാം എന്ന് പറയുമ്പോ ഇവൻ വേണ്ട അങ്കിളിനെ ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ പിന്നെ വന്ന് കണ്ടോളാം, നമുക്ക് എന്തായാലും ഇനിയും കാണണമല്ലോ, ഒരു ഫോർമൽ ആയിട്ടുള്ള വിസിറ്റ് ഞാൻ ഉടനെ തന്നെ നടത്തിക്കൊള്ളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. ഇവളോ ഇവളുടെ ഫാമിലിയോ ഒരു തീരുമാനം പോലും പറഞ്ഞിട്ടില്ല ഈ ഒരു റിലേഷൻഷിപ്പ് വേണോ വേണ്ടയോ എന്ന കാര്യങ്ങളൊന്നും. പക്ഷെ യു ആണെങ്കിൽ എല്ലാം പ്രാക്ടിക്കൽ ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളിപ്പോ ശരിക്കും വലിയൊരു കുളത്തിൽ പെട്ട തവളയുടെ അവസ്ഥയിലാണ്. അമ്മ കാരണം വലിയൊരു പണിയാണല്ലോ ഇവൾക്ക് കിട്ടിയിരിക്കുന്നത്. സോ അതൊക്കെ ആലോചിച്ച് ഇവള് വളരെ ശോകത്തിൽ ഇരിക്കുമ്പോൾ ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ഇവളെ കോൾ ചെയ്യാണ്. അവളുടെ പേര് ലയ എന്നാണ്. എന്നിട്ട് ഇവളോട് ചോദിക്കുന്നത് എടി നീ മെയിൽ ചെക്ക് ചെയ്തോ, നമ്മുടെ അഡ്വൈസർ അസൈൻമെന്റ് റിസൾട്ട് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്ന കാര്യം പറയുമ്പോൾ ഇവളും പെട്ടെന്ന് റിസൾട്ട് എടുത്ത് നോക്കുന്നു. അങ്ങനെ ഇവളത് നോക്കുന്ന സമയത്ത് ഇവളുടെ മെയിൻ ടോപ്പിക്ക് ഇനി എടുക്കാനായിട്ട് പോകുന്ന ആ ഒരു പ്രൊഫസറിന്റെ പേരും യു എന്നാണ് കാണുന്നത്, അതായത് ഇവളുടെ അഡ്വൈസർ. അതുകൊണ്ട് ഇവള് എല്ലായിടത്തും ഈ യു എന്ന് പറയുന്നവർ തന്നെയാണല്ലോ എന്ന് ചിന്തിച്ച് ലയയുടെ അടുത്ത് അല്ല ഈ പ്രൊഫസർ ഏതാ, നമ്മൾ മുന്നേ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ലയ ഞാനും പുള്ളിയെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ നമ്മുടെ സീനിയേഴ്സ് പറഞ്ഞിട്ടുള്ളത് വെച്ച് അയാൾ അങ്ങനെ കോളേജിലൊന്നും വരാറില്ല, ഭയങ്കര ബുദ്ധിജീവിയാ, റിസർച്ചിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഇവളും എന്തായാലും താൻ മീറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തി ആയിരിക്കില്ല ഈ ഒരു പ്രൊഫസർ എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ രണ്ടുപേരും സെയിം ആണ്. അവന്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് പ്രൊഫസർ ആയിട്ട് തന്നെയാണ്. അതും കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ മാത്രമാണ് ഇവൻ ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്തത്. പക്ഷെ ആ ഒരു കാര്യങ്ങളൊന്നും ഇവൾ അറിയുന്നില്ല. എന്നാൽ അപ്പോഴേക്കും യു ആണെങ്കിൽ ഇവൾക്ക് മെസ്സേജ് അയക്കാണ് ഇവൾ ചെയ്ത അസൈൻമെന്റ് ഒന്നും ശരിയല്ല, അതുകൊണ്ട് തന്നെ ഇവൾക്ക് വീണ്ടും ഒരു ലോഡ് ടോപ്പിക് അയച്ചിട്ട് അതെല്ലാം തന്നെ റെഡിയാക്കി അയക്കാനായിട്ട് പറയുന്നു. ഇവർക്ക് ഇപ്പോ വെക്കേഷനോ സംതിങ് ആണ്. പക്ഷെ നെക്സ്റ്റ് സെമസ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ കഴിഞ്ഞ സെമസ്റ്ററിന്റെ എല്ലാ അസൈൻമെന്റും വീണ്ടും ഇവളെ റീസബ്മിറ്റ് ചെയ്യണം. ആ ഒരു പ്രൊഫസറാണ് ഇവൾക്ക് ആ ഒരു കാര്യങ്ങളൊക്കെ അയച്ചിരിക്കുന്നത്. അയാളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണല്ലോ യു ഇവൾക്ക് അങ്ങനെ ഒരു പണി കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവള് നല്ലവണ്ണം ഇപ്പൊ പെട്ടിരിക്കുകയാണ്. ഒരു വെക്കേഷന് പോലും മനസ്സമാധാനം തരാതെ ഹോംവർക്കും കാര്യങ്ങളൊക്കെ കൊടുത്താലേ എന്തായിരിക്കും നമ്മളെ ടീച്ചേഴ്സിനെ പറയാ, അതെല്ലാം തന്നെ ഇവളും പറയുന്നുണ്ട്. പക്ഷെ ഇവള് അത് വലിയ മൈൻഡ് ചെയ്യുന്നില്ല. ഇവള് നല്ലൊരു സിംഗർ ആണ്, ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ഇവളിപ്പോ ലൈവിൽ വന്നിട്ട് ഇവളുടെ ഓഡിയൻസിനോട് ഏത് സോങ് ആണ് താൻ ഇനി നെക്സ്റ്റ് പാടേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ലൈവും കാര്യങ്ങളും എല്ലാം തന്നെ യു കാണുന്നുണ്ട്. ഇവൻ അവളുടെ ഒരു സ്ഥിരം പ്രേക്ഷകനാണ്. ആ ഒരു ബ്ലൈൻഡ് ഡേറ്റിന് പോയിട്ടല്ല ഇവൻ ഫസ്റ്റ് ടൈം ആയിട്ട് അവളെ കാണുന്നത്. മുന്നേ തന്നെ ഇവളെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇവൾക്കിപ്പോ വലിയൊരു ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ട് ഇവൻ ഒരു ഫേക്ക് ഐഡിയിൽ നിന്നാണ് ഇവൾക്ക് ഈ ഒരു കാര്യങ്ങളൊക്കെ അയക്കുന്നത്, വൈ എന്ന പേരുള്ള ഒരു ഐഡിയിൽ നിന്ന്. സോ അവൾക്ക് ഒരു വലിയ ഗിഫ്റ്റ് തന്നെ അയച്ചു കൊടുത്തിട്ട് തനിക്ക് ഇന്ന പാട്ട് വേണം എന്ന് പറയുമ്പോൾ ഇവൾക്കും അത് വളരെ സന്തോഷമായിട്ട് ഇവളും അവന് വേണ്ടി
വേണ്ടി ആ ഒരു പാട്ട് പാടാണ്. ഇവള് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു പാട്ട് പാടുന്നത്. യുവും അത് എൻജോയ് ചെയ്യുന്നു. പക്ഷെ വീണ്ടും ഇവളുടെ ഫാൻസ് ഇവളോട് വേറെ ചില സോങ്സ് ഒക്കെ പാടണം, എപ്പോഴും ലൈവിൽ വരണം എന്ന കാര്യങ്ങളൊക്കെ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ഇവള് സോറി പറഞ്ഞിട്ട് പറ്റില്ല ഗൈസ്, എന്റെ പ്രൊഫസർ എനിക്കൊരു ടൺ കണക്കിന് അസൈൻമെന്റ് തന്നേക്കുന്നത്, അതുകൊണ്ട് സമയമൊന്നും കിട്ടുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഇവനത് കേട്ട് ശരിക്കാണ്. ഇവൻ മനഃപൂർവ്വം തന്നെയാണല്ലോ അവളാണെന്ന് അറിഞ്ഞിട്ട് ആ ഒരു പണി കൊടുത്തത്. അങ്ങനെ ഇവള് ബായ് പറഞ്ഞ് ആ ഒരു ലൈവ് അവസാനിപ്പിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും ഇവനെ ഷിൻ ആണെങ്കിൽ വിളിച്ചിട്ട്, അങ്കിൾ നിങ്ങളെ വീണ്ടും തിരിച്ച് ഞങ്ങളുടെ കോളേജിൽ വന്ന കാര്യം ഞാൻ അറിഞ്ഞു, ഗ്രാജുവേറ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് നിങ്ങൾ മെന്റർ ആവുന്നുണ്ടെന്ന് അറിഞ്ഞു, എന്നെ കൂടി ഉൾപ്പെടുത്താമോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറ്റില്ല, തനിക്ക് താല്പര്യമുള്ളവരെ മാത്രമേ താൻ സെലക്ട് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. യുവിന് എന്തോ നല്ലൊരു ദേഷ്യവും കാര്യങ്ങളൊക്കെ ഷിനിനോടും ഉണ്ട്. സോങ് അവന്റെ പിറകെ നടന്നതാണല്ലോ, സോ അതിന്റെ ഒരു ജലസ് ബേസ്ഡ് ആയിട്ടായിരിക്കണം. ഇവരാണെങ്കിൽ ഇപ്പോൾ ഫൈനൽ സെമസ്റ്ററോ കാര്യങ്ങളൊക്കെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഇന്റേൺഷിപ്പിനും ജോലിക്കൊക്കെ ആയിട്ട് ഓരോ സ്റ്റുഡൻസിനും ഓരോ മെന്ററും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ലൈക്ക് ഒരു കരിയർ അഡ്വൈസർ. ഇവനാണ് ഇപ്പോൾ നമ്മുടെ സോങ്ങിന്റെ അഡ്വൈസർ ആയിട്ട് ഉള്ളത്. പക്ഷെ ആ ഒരു പരിസരത്തോടൊന്നും ഷിനിനെ അടുപ്പിക്കുന്നില്ല. അതിനുശേഷം യു ആണെങ്കിൽ ഇവൾക്ക് മെസ്സേജ് അയച്ച് ഒരു ഡേറ്റിന് പോകാനായിട്ട് വിളിക്കുകയാണ്. അത് കേട്ട് ഇവള് വീണ്ടും ഷോക്ക് ആവുന്നു. എങ്കിലും ഇവളെ പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് ഇവര് ഇപ്പോൾ ഇവരുടെ ഫസ്റ്റ് ഡേറ്റിനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇവനോട്, അല്ല നമ്മൾ എന്തിനാ പെട്ടെന്ന് ഡേറ്റിന് പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളോട്, നീ തന്നെയല്ലേ പറഞ്ഞത് നമ്മള് പരസ്പരം അറിയാത്തവരാണ്, അതുകൊണ്ട് തന്നെ നിനക്ക് കല്യാണം കഴിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നൊക്കെ, സോ ഇങ്ങനത്തെ കുറച്ച് ഡേറ്റ് മൂലം നമുക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയാൻ സാധിക്കും, ആ ഒരു അകൽച്ച കുറയും എന്നൊക്കെ പറയുമ്പോൾ ഇവള്, അപ്പോ നിങ്ങളിപ്പോ പറയുന്നത് നമ്മള് ശരിക്കും ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആണെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും അതെ എന്ന് പറയുന്നു. അത് കേട്ട് ഇവള് വീണ്ടും ഷോക്കാവാണ്. എന്നിട്ട് ഇവള്, പക്ഷേ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല, എനിക്ക് നിങ്ങളോട് ഒരു ഫീലിങ്സും തോന്നുന്നില്ല, നമ്മുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ടായി എന്നൊക്കെ എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല എന്ന് പറയുമ്പോൾ ഇവൻ പെട്ടെന്ന് തന്നെ അത് കേട്ട് ഇവളുടെ അടുത്തേക്ക് വരികയാണ്. ഇവള് നല്ലോണം പേടിക്കുന്നു. ഇവള് വിചാരിക്കുന്നത് കിസ് ചെയ്യാനായിട്ടായിരിക്കും എന്നാണ്. പക്ഷേ ഇവൻ ഇവളുടെ സീറ്റ് ബെൽറ്റ് ഇട്ട് കൊടുത്തിട്ട്, നിനക്ക് ഇപ്പൊ എന്തെങ്കിലും ഫീലിങ്സ് വരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു. ഇവൾക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇവളുടെ മനസ്സില് ഇയാൾക്ക് കുറച്ച് പ്രായം ഉണ്ടെങ്കിലും ആളൊരു ഇൻട്രസ്റ്റിംഗ് ആണ് എന്നൊരു തോന്നല് വരുന്നു. അതിനുശേഷം ഇവര് ഇപ്പൊ ഒരു കഫേയിലെത്തി. ഇവളാണെങ്കിൽ അവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മിൽക്ക് ടീയുടെ ഡ്രിങ്ക് ആണ് വാങ്ങിച്ചേക്കുന്നത്. പക്ഷെ യു ആണെങ്കിൽ ഒന്നും വാങ്ങിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവള്, നിങ്ങൾക്ക് ഒന്നും വേണ്ടെന്ന് ഉറപ്പാണോ, ഇത് നല്ല ടേസ്റ്റ് ആണ്, ഒന്ന് വാങ്ങിച്ചൂടെ എന്ന് ചോദിക്കുമ്പോൾ ഇവളോട്, എനിക്ക് മിൽക്ക് ടീ ഒട്ടും ഇഷ്ടമല്ല, ഇത് ഭയങ്കര മധുരാണ് എന്ന് പറയുമ്പോൾ ഇവള്, മധുരത്തിന് എന്താ പ്രശ്നം, മധുരം നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യാൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും എന്ന് പറയുമ്പോൾ ഇവൻ, ഓ നീ പറഞ്ഞു വരുന്നത് ഞാനുമായിട്ടുള്ള ഇന്നത്തെ ഡേറ്റ് മൂലം നീ സന്തോഷത്തിലല്ലെന്നാണോ, നിന്റെ മൂഡ് ഓക്കെ അല്ലെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള്, അല്ല ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, ഞാൻ അതല്ല ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പോൾ നീ പേടിക്കണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതാണ്, എന്തായാലും നീ എന്നെ ഇൻവൈറ്റ് ചെയ്ത സ്ഥിതിക്ക് ഞാനൊന്ന് ട്രൈ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവളെ കുടിച്ചോണ്ടിരുന്ന ആ ഒരു സ്ട്രോ തന്നെ ഇവനും യൂസ് ചെയ്ത് ഇവളുടെ ഡ്രിങ്ക് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കുടിക്കുകയാണ്. ഇവൾക്കാണെങ്കിൽ ഒന്നും പറയാൻ പറ്റുന്നില്ല, പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണല്ലോ സംഭവിച്ചത്. അതിനുശേഷം ഇവളാണെങ്കിൽ ഫുള്ള് കൺഫ്യൂഷനിലാണ്. ഞാൻ ഈ സ്ട്രോ ഇനി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇൻഡയറക്റ്റ് ആയിട്ട് കിസ് ചെയ്യുന്ന പോലെ ആവോ എന്നൊക്കെ ആലോചിച്ച് അവൾക്കത് പിന്നീട് യൂസ് ചെയ്യാനാവുന്നില്ല. അതുകൊണ്ട് തന്നെ അറച്ചു മാറ്റി വെക്കാണ്. പക്ഷെ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇവനും അത് ആ ഒരു രീതിയിൽ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇവര് ഓർഡർ ചെയ്ത ഫുഡും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ ആ ഒരു ഫുഡിന്റെ ഫോട്ടോസും കാര്യങ്ങളും എല്ലാം എടുത്ത് ഇൻസ്റ്റഗ്രാം പോലത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവനോടും, നിങ്ങൾക്ക് ഇതിൽ അക്കൗണ്ട് ഉണ്ടോ, നമുക്ക് ഫോളോ ചെയ്യാം എന്ന് പറയുമ്പോൾ ഇവനും ഇവന്റെ അക്കൗണ്ട് എടുക്കുന്നു. പക്ഷെ ഇവളുടെ ആ ഒരു ലൈവും കാര്യങ്ങളൊക്കെ ഇവൻ കാണുന്നത് മറ്റൊരു വൈ എന്ന പേരുള്ള അക്കൗണ്ടിൽ നിന്നാണല്ലോ. അതുകൊണ്ട് തന്നെ ഇവളത് കാണാതിരിക്കാനായിട്ട് ഇവന്റെ ആ ഒരു ഫേക്ക് ഐഡി മാറ്റി വെച്ച് ഒറിജിനൽ ആയിട്ടുള്ള ഐഡിയ ആണ് കാണിക്കുന്നത്. ഇവളും വളരെ നോർമൽ ആയിട്ടാണ് എടുത്ത് നോക്കുന്നത്. പക്ഷെ ഇവനതിൽ 5 മില്യൺ ഫോളോവേഴ്സ് ആണ് ഉള്ളത്. മാത്രമല്ല ഇവൻ വലിയൊരു കമ്പനിയുടെ ഫൗണ്ടർ ആണ്. ഇവന്റെ ഫാമിലി ബിസിനസ്സുകൾക്ക് പുറമെ അതൊക്കെ ഇപ്പോഴാണല്ലോ ഇവൾ അറിയുന്നത്. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഇവളോട് നിനക്ക് എന്തെങ്കിലും എന്നെ പറ്റി അറിയണോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ ഇവള് അന്ന് ആ ഒരു ബോധത്തിലല്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഇവൾ ഇപ്പോഴാണ് ഇവനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. സോ ഇവനും ഇവന്റെ കമ്പനി കാര്യങ്ങളൊക്കെ ഇന്നതാണ് എന്ന് ഇവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പോൾ ഇവൻ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു കമ്പനി ക്ലേയുടെ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. സോ അത് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഇവള്, ഞാൻ ആ ഒരു ടോപ്പിക്കിലാണ് റിസർച്ച് ചെയ്യുന്നത്, ഞാനെടുത്ത ടോപ്പിക്കും ഇത് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവനും ഇവളോട്, നിനക്ക് സബ്ജക്റ്റിലൊക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കണ്ട, ഞാൻ തന്നെ ക്ലിയർ ചെയ്ത് തരാം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവന് നന്നായിട്ട് അറിയാം ഇവളെ എടുത്തിരിക്കുന്ന വിഷയം ഏതാണ് എന്ന കാര്യങ്ങളൊക്കെ. അത് അറിഞ്ഞിട്ട് തന്നെയാണ് ഇവൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവളോട് തുറന്ന് പറയുന്നത്. ഇവൾക്കാണെങ്കിൽ അത് കേൾക്കേണ്ട താമസം. ഇവളുടെ പ്രൊഫസർ ആണെങ്കിൽ ഒരു ലോഡ് വർക്ക് ആണല്ലോ ഇവൾക്ക് കൊടുത്തേക്കുന്നത്. പക്ഷെ അതൊക്കെ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പോലും ഇവൾക്ക് അറിയില്ല, ഒരു ഐഡിയ ഇല്ലാതിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളെ യുവനോട്, എനിക്ക് എന്റെ പ്രൊഫസർ വലിയൊരു പണി തന്നെ തന്നേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കുറ്റം ഇവളുടെ പ്രൊഫസറിനെ കുറിച്ച് ഇവനോട് പറയുന്നു. പക്ഷെ ഇവൾക്ക് അറിയില്ലല്ലോ ആ ഒരു ഇവളുടെ പ്രൊഫസർ എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയാണ് എന്ന കാര്യം. പക്ഷെ ഇവനാണെങ്കിൽ അതൊന്നും അറിഞ്ഞ ഭാവം പോലും പുറത്ത് കാണിക്കാതെ, ശരിയാ അയാൾക്ക് എങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ തോന്നുന്നത്, അതും ഈ ഒരു വെക്കേഷൻ ടൈമില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളും, അതെ ശരിയാ, എന്റെ ക്ലാസ്സിൽ വേറെ ആർക്കും അയാൾ ഒരു അസൈൻമെന്റും കൊടുത്തിട്ടില്ല, എനിക്ക് മാത്രമോ തന്നത്, അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് അയാൾക്ക് എന്നോട് എന്തോ വിരോധം
വിരോധം ഉണ്ടെന്നാ എന്ന് പറയുമ്പോൾ ഇവൻ അങ്ങനെ വിരോധം ഉണ്ടായിട്ടാവില്ല, ചിലപ്പോ നിന്നോട് എക്സ്ട്രാ താല്പര്യം ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ തരുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇവള് ഇല്ല, അയാൾ മനഃപൂർവ്വം തന്നെ എന്നെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഒരുപാട് കുറ്റം കുറവുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇവളുടെ കാഴ്ചപ്പാടിൽ ആ ഒരു പ്രൊഫസർ എന്ന് പറയുന്ന വ്യക്തി ഒരു വയസ്സായ വ്യക്തി എന്ന നിലയിലാണ് സംസാരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരുപാട് കുറ്റവും കാര്യങ്ങളൊക്കെ ഇവനോട് തന്നെ പറയാണ്, ഇവനെ കുറിച്ചുള്ള കുറ്റങ്ങള്. യു തന്നെ എന്തായാലും ഇപ്പൊ ഇവളോട് ആ ഒരു അസൈൻമെന്റ് താൻ തന്നെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യാം എന്ന് പറയുമ്പോൾ ഇവളും താങ്ക്സ് പറയുന്നു. എന്തായാലും ഞാൻ അവർക്കൊക്കെ നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ പ്രൊഫസറിന്റെ ശല്യം ഉണ്ടാവില്ല, അതങ്ങ് കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് പിന്നെ പേടിക്കാതെ അയാളെ ഫേസ് ചെയ്യാം എന്നൊക്കെയാണ് ഇവള് പറയുന്നത്. സോ ഇവനും അതൊക്കെ കിട്ടി നല്ലോണം തന്നെ വിയർത്ത് പിന്നെ ആ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല. നമുക്ക് ഫുഡ് കഴിക്കാം എന്ന് പറഞ്ഞിട്ട് ഇവൻ ആ ഒരു വിഷയം തന്നെ മാറ്റാണ്. ഇവളുടെ വായിലിരിക്കുന്നതൊക്കെ കേട്ട് ഇവന് തൃപ്തിയായി. അതിനുശേഷം ഇവളെ യുവിന്റെ ഹെൽപ്പോട് കൂടി തന്നെ ആ ഒരു അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഇവളെ ഇപ്പോൾ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിന് കയറിയിരിക്കുകയാണ്. ഫസ്റ്റ് ഡേ തന്നെ ഇവള് നല്ല ലൈറ്റ് ആയിട്ടാണ് കോളേജിലേക്ക് എത്തുന്നത്. ഇവളുടെ അഡ്വൈസർ തന്നെയാണ് ഇവൾക്ക് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. സോ ഇവള് മാത്രമേ ലേറ്റ് ആയുള്ളൂ എന്ന് ടെൻഷൻ അടിച്ച് പെട്ടെന്ന് ഓടുമ്പോൾ ഇവളുടെ ഫ്രണ്ട് ആയിട്ടുള്ള ലയും അങ്ങോട്ടേക്ക് വരുന്നു. അവളും ഇന്ന് ലേറ്റ് ആണ്. സോ ഇവര് ക്ലാസ്സിൽ എത്തുമ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോകുന്നു. പക്ഷേ സോങ് ആണെങ്കിൽ ഇവളുടെ അഡ്വൈസറെ കണ്ട് ഷോക്കായിട്ട് അവിടെ തന്നെ നിൽക്കാണ്. അത് മറ്റാരും അല്ലല്ലോ, യു തന്നെയാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. പക്ഷേ യു ആണെങ്കിൽ ഇവളെ കണ്ടിട്ട് വളരെ നോർമൽ ആയിട്ടാണ് എടുക്കുന്നത്. ഇവന് അറിയാലോ ഇവള് വരുന്ന കാര്യം, ഇവളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഇവൻ വന്നത്. പക്ഷെ സോങ് ആണെങ്കിൽ ഇതായിരുന്നു തന്റെ പ്രൊഫസർ എന്ന് അറിഞ്ഞ് വളരെ ഷോക്കായിരിക്കാണ്. അപ്പൊ യു ആണെങ്കിൽ ഇവളോട് ക്ലാസ്സിലേക്ക് കയറുന്നെങ്കിൽ അകത്തേക്ക് വരാനായിട്ട് പറയുന്നു. സോ ഇവളും പെട്ടെന്ന് തന്നെ ഓടി ബാക്ക് സീറ്റിലേക്ക് പോകാനാണ് നോക്കുന്നത്. പക്ഷെ യു ആണെങ്കിൽ ഇവളോട് നിക്ക്, എന്ന് നീ ഇനി മുതൽ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടിൽ വന്ന് ഇരിക്കാനായിട്ട് പറയാണ്. ഇവളും വേറെ നിവൃത്തിയില്ലാതെ അവിടെ വന്നിരിക്കുന്നു. അപ്പൊ സ്റ്റുഡൻസ് എല്ലാം തന്നെ അവരുടെ പ്രൊഫസറിനെ ആദ്യമായിട്ടാണല്ലോ കാണുന്നത്. സോ പ്രൊഫസറിനെ തന്നെയാണ് ഇപ്പൊ എല്ലാവരും കമന്റ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവൾക്കാണെങ്കിൽ അതൊക്കെ കേൾക്കുമ്പോൾ നല്ല ദേഷ്യം വരുന്നു. കാരണം ഇവനെ വളരെ നല്ലോണം പറ്റിച്ചതാണല്ലോ. അങ്ങനെ യുവും ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ അറ്റൻഡൻസും കാര്യങ്ങളൊക്കെ വിളിക്കാണ്. ആ കൂട്ടത്തിൽ തന്നെ ഷിന്നിന്റെ പേരും വിളിക്കുന്നു. അപ്പൊ സോങ് ആണെങ്കിൽ അത് കേട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ഷിന്നും ആ ഒരു ക്ലാസ്സിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇവന്റെ മേജർ വിഷയം ഇതല്ല, പിന്നെ എന്തിനാ ഇവൻ ഇവിടെ വന്നത് എന്നാണ് ഇവളെ ചിന്തിക്കുന്നത്. അപ്പൊ യു ആണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് ഇവളുടെ പേര് വിളിക്കാണ്. പക്ഷെ ഇവളാണെങ്കിൽ അത് കേൾക്കുന്നില്ല, മറ്റൊരു ചിന്തയിലാണല്ലോ. 3 വട്ടം കഴിഞ്ഞാണ് ഇവളെ കേൾക്കുന്നത്. സോ ഇവളെ പെട്ടെന്ന് അറ്റൻഡൻസ് പറയുന്നു. പക്ഷെ യു ആണെങ്കിൽ ഇവളോട് ക്ലാസ്സിലിരുന്ന് സ്വപ്നം കാണുകയാണെങ്കിൽ നീ ക്ലാസ് കഴിഞ്ഞ് എന്റെ ഓഫീസിൽ വന്ന് കണ്ടിട്ട് പോയാൽ മതി എന്ന് പറയുന്നു. സോ ഇവള് വീണ്ടും പെട്ടിരിക്കുകയാണ്. അപ്പൊ ലേ ആണെങ്കിൽ സോങ്ങിന്റെ കാര്യം ഓർത്ത് വളരെയധികം ടെൻഷൻ ആവുന്നു. ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അഡ്വൈസറെ ആണല്ലോ അവൾക്ക് കിട്ടിയിരിക്കുന്നത് എന്നാലോചിച്ച് അവളുടെ അവസ്ഥ ഇനി എന്തായാലും പരിതാപകരമായിരിക്കും എന്നാണ് ഇവളെ ചിന്തിക്കുന്നത്. അതിനുശേഷം ആ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നു. പക്ഷേ സോങ് ആണെങ്കിൽ നല്ലോണം ഇരുന്ന് ഉറങ്ങുകയാണ്. ക്ലാസ് കഴിഞ്ഞ് ബെല്ലടിക്കുമ്പോൾ ഉടനെ തന്നെ എല്ലാവരും പോകുന്ന കൂട്ടത്തിൽ ഇവളും ബുക്കും പുസ്തകമൊക്കെ എടുത്ത് ഇറങ്ങി പോകാൻ തുടങ്ങുമ്പോൾ യു ആണെങ്കിൽ ഇവളോട് ഓടാൻ ഇത്രയ്ക്ക് ധൃതിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അത് പിന്നെ മഴ പെയ്യാൻ സാധ്യതയുണ്ട്, എന്റെ ഡ്രസ്സൊക്കെ ഹോസ്റ്റലിൽ വെളിയിൽ കിടക്കാണ്, അത് എടുത്തിടാൻ വേണ്ടി പോകുന്നതാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും യു ഇവളോട് മര്യാദയ്ക്ക് എന്റെ ഓഫീസിലേക്ക് വരാനായിട്ട് പറയുന്നു. സോ ഇവളും ഇപ്പോ ഇവന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോ യോ ഇവളോട് നീ എന്തെങ്കിലും മറന്നോ എന്ന് ചോദിക്കുമ്പോ ഇവൾക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എന്താ മറന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ കവിളിൽ തൊട്ടാണ് കാണിക്കുന്നത്. സോ ഇവള് ഇയാൾക്ക് എന്നോട് എങ്ങനെയാ ഇങ്ങനെ ചോദിക്കാൻ സാധിക്കുന്നത്, ഓഫീസിൽ വെച്ച് കിസ്സൊക്കെ ചെയ്യുന്നത് മര്യാദയാണോ, ഇയാളെയൊക്കെ ഞാൻ എങ്ങനെയാ ദൈവമേ ഇഷ്ടപ്പെടുന്നത് എന്നൊക്കെ ചിന്തിക്കുമ്പോ യു ആണെങ്കിൽ ഇവളോട് എന്താ നിനക്ക് പേടിയാണോ എന്ന് ചോദിക്കുമ്പോ അത് കേട്ട് ഇവള് ആർക്ക് പേടി, എനിക്ക് നിങ്ങളെ പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇവനെ കിസ് കൊടുക്കാനായിട്ട് വളരെ അടുത്ത് ക്ലോസ് ആയിട്ട് വരുന്നു. പക്ഷെ യു ആണെങ്കിൽ ഇവളോട് പെട്ടെന്ന് നീ അസൈൻമെന്റ് എന്താ കാണിക്കാത്തത്, അതെന്താ എടുത്തോണ്ട് വരാത്തത് എന്നാണ് ചോദിക്കുന്നത്. അത് കേട്ട് ഇവള് പെട്ടെന്ന് ഇവന്റെ മുന്നിൽ നാണം കെടാതിരിക്കാനായിട്ട് നേരെ താഴേക്ക് ഷൂ ലൈസ് കിട്ടുന്ന പോലെ പോവാണ്. എന്നിട്ട് അയ്യോ ഞാൻ എന്തൊക്കെയാ ചിന്തിച്ചു കൂട്ടിയത്, ഇപ്പൊ കിസ് എങ്ങാനും ചെയ്തിരുന്നെങ്കിൽ എന്ത് വലിയ നാണക്കേടായാനെ എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. പക്ഷെ യു ആണെങ്കിലും മനഃപൂർവ്വം തന്നെ ഇവളെ വട്ടം കറക്കുന്നതാണ്. സോ ഇവൾക്ക് നല്ല ദേഷ്യം വരെയാണ്. നിങ്ങൾ എന്നെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്, നിങ്ങൾ എന്റെ അഡ്വൈസർ ആണെന്ന കാര്യം എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല, എന്നെ വേറെ ഒരു പൊട്ടിയാക്കി നിങ്ങൾ ഉള്ളിലെ കളിയാക്കി ചിരിക്കല്ലേ ചെയ്തത് എന്ന് പറയുമ്പോ യു ആണെങ്കിൽ ഞാനാണ് നിന്റെ പ്രൊഫസർ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ ഞാനുമായിട്ടുള്ള ഡേറ്റിന് ഓക്കെ പറയായിരുന്നു എന്ന് ചോദിക്കുമ്പോഴും ഇവൻ ഇവളോട് കള്ളം പറഞ്ഞതാണല്ലോ. സോ ആ ഒരു കാര്യം തന്നെയാണ് വീണ്ടും ചോദിക്കുന്നത്. സോ യു ഇവളോട് നീ ദേഷ്യത്തിലാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും അതെ ഞാൻ വളരെ ദേഷ്യത്തിലാണ്, ഞാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ ഇവൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു മെറ്റി എടുത്ത് കൊടുക്കാണ്. അപ്പൊ ഇവള് ഇപ്പൊ ഇതെന്തിനാ തന്നത് എന്ന് ചോദിക്കുമ്പോ ഇവൻ ഞാൻ കേട്ടിട്ടുള്ളത് മധുരം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ മൂഡ് ഇംപ്രൂവ് ആകാൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, അതൊരു ആശ്വാസം തരും എന്ന് പറഞ്ഞിട്ട് ഇവനോട് മുന്നേ അടിച്ചിട്ടുള്ള ആ ഒരു ഡയലോഗ് എടുത്ത് പറയാണ്. അപ്പോ ഇവളും ഒന്നും പറയാൻ പറ്റാതെ ഇവനോട് നിങ്ങൾക്കറിയാം ഞാൻ നിങ്ങൾ ചെയ്ത പ്രവൃത്തി കൊണ്ട് ഓക്കെ അല്ല എന്ന് ചോദിക്കുമ്പോഴും ഇവനും അതെ അറിയാം, പക്ഷേ ഒരു ബോയ് ഫ്രണ്ട് തന്നെയാണല്ലോ ഗേൾ ഫ്രണ്ടിനെ കൂൾ ആക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഈ മിൽക്ക് ടീയേക്കാൾ സ്വീറ്റ് ആയിട്ടാണല്ലോ ഇയാളുടെ വായിൽ നിന്ന് വരുന്ന പഞ്ചാര വർത്താനങ്ങൾ എന്നാണ് ചിന്തിക്കുന്നത്. സോ ഇവളും ആ ഒരു ഡ്രിങ്ക് കുടിക്കുന്നു, അവളെ കുറച്ച് കൂളാവുകയാണ്. അപ്പോ യു ഇവളോട് നിന്റെ മൂഡ് ഓക്കെ ആയെങ്കിൽ നമുക്ക് പഠിത്തം കണ്ടിന്യൂ ചെയ്താലോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഷോക്കാവുകയാണ്.
പഠിക്കാനോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും പിന്നെ എന്തിനാ ഞാനിവിടെ വന്നിരിക്കുന്നത് എന്ന് ചോദിച്ച് യു ആണെങ്കിൽ ഇപ്പോൾ ഇവൾക്ക് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയാണ്. പക്ഷേ ഇവളുടെ അസൈൻമെന്റ് ഒക്കെ അവൻ ചെക്ക് ചെയ്യുന്ന സമയത്ത് അതെല്ലാം തന്നെ പൊട്ടത്തെറ്റാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇവള്. സോ ഇവനും ഇവളോട് നിനക്ക് ഇതൊക്കെ മനസ്സിലായില്ലെങ്കിൽ എന്നോട് ചോദിച്ചൂടെ, ഞാൻ പറഞ്ഞു തരില്ലേ എന്ന് ചോദിച്ചിട്ട് അവൻ ഇവൾക്ക് നല്ലോണം തന്നെ ആ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കുന്നു. പക്ഷെ ആ ഒരു സമയം എല്ലാം തന്നെ ഇവനെ വായി നോക്കി ഇരുന്നിട്ട് പെട്ടെന്ന് അല്ല ഇയാളെങ്ങാൻ എന്റെ ബോയ് ഫ്രണ്ട് ആവുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഞങ്ങൾ വഴക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാല് ഇയാളെ എനിക്ക് റിവെഞ്ച് തരാൻ പോകുന്നത് ഈ ഒരു പ്രൊഫസറിന്റെ പദവി യൂസ് ചെയ്തായിരിക്കോ എന്നാണ് ചിന്തിക്കുന്നത്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അത് വെച്ച് പ്രതികാരം ചെയ്യാലോ എന്ന കാര്യങ്ങളൊക്കെയാണ് ഇവളുടെ മനസ്സിലൂടെ ഫുള്ള് കടന്നു പോകുന്നത്. യോ പഠിപ്പിക്കുന്നത് ഒന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ യോ ഇവളോട് നീ എന്താ ആലോചിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളെ പെട്ടെന്ന് ഞെട്ടി ഇവനോട് പറയുന്നത് അല്ല ഞാൻ എന്റെ എക്സാമിന്റെ കാര്യം ആലോചിക്കായിരുന്നു. ഇപ്പൊ തന്നെ എനിക്ക് 60% മാർക്ക് മാത്രമേ മെയിൻ സബ്ജക്റ്റിലുള്ളൂ, അത് വളരെ കുറവല്ലേ എന്ന രീതിയിൽ ചോദിക്കുമ്പോൾ ഇവനും നീ അതോർത്ത് പേടിക്കേണ്ട, കാര്യങ്ങളൊക്കെ നീ നല്ല രീതിയിൽ മനസ്സിലാക്കിയാൽ മാർക്കിന്റെ കാര്യത്തിൽ നീ പേടിക്കേണ്ട, നിനക്ക് നല്ലതുപോലെ സ്കോർ ചെയ്യാൻ സാധിക്കും, നീ നാളെ ഫ്രീ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് എന്താ ഡേറ്റിന് പോകാനാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവൻ നിനക്ക് എന്താ തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളും ഓക്കെ ആണ്, അതെ ഞാൻ ഫ്രീ ആണ്, എനിക്ക് നല്ല ക്ലാസ് ഒന്നും ഇല്ല എന്ന് പറയുന്നത് കൊണ്ട് തന്നെ യും ഇവളോട് നാളെ 9 മണിക്ക് റെഡി ആയിട്ട് നിൽക്കാനായിട്ട് പറയുന്നു. എന്തായാലും ഇവൾക്ക് ഇപ്പോൾ ചെറിയൊരു അട്രാക്ഷൻ ഒക്കെ ഇവനോട് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഇവളെ പിറ്റേന്ന് രാവിലെ തന്നെ എഴുന്നേറ്റ് ഇപ്പോൾ ഡേറ്റിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവൾക്കാണെങ്കിൽ ഇന്ന് എവിടെയും പോവേണ്ടതില്ല, ക്ലാസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഇവളെ റെഡി ആവുന്നത് കണ്ട് ലയ ഇവളോട് നീ എവിടെ പോവാ അതോ ഈ അതിരാവിലെ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് പറയാൻ പറ്റില്ലല്ലോ ഇവളുടെ പ്രൊഫസറായിട്ട് ഇവളെ ഡേറ്റ് ചെയ്യുകയാണ് എന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇവള് പറയുന്നത് തനിക്ക് പഠിക്കാനായിട്ട് കുറച്ച് ബുക്കും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് പുറത്ത് പോവാണ് എന്ന് പറയുമ്പോൾ ലയേം എങ്കിൽ പിന്നെ ഞാൻ വരുന്നു, അത് ഞാനും ഇങ്ങനെ ആലോചിച്ചിരിക്കായിരുന്നു എന്ന് പറയുമ്പോൾ ഇവള് പെട്ടുപോവാണ്. പക്ഷെ ഇവളെ പെട്ടെന്ന് തന്നെ യു എഴുന്നേറ്റോ എന്ന് അറിയാനായിട്ട് വിളിക്കാണ്. എന്നാൽ ഇവളാണെങ്കിൽ അതൊരവസരമാക്കി എടുത്ത് ഇവളുടെ അമ്മയാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താ അമ്മേ ഞാൻ വീട്ടിലേക്ക് വരണോ, ഇപ്പൊ തന്നെ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടിയാണ്. എന്നിട്ട് ലയയുടെ അടുത്ത് എനിക്ക് അത്യാവശ്യം വീട്ടിലേക്ക് പോകണം, നമുക്ക് ബുക്ക് എടുക്കാൻ പിന്നെ പോവാം എന്ന് പറയുമ്പോൾ ലയയും അത് വിശ്വസിക്കുന്നു. അങ്ങനെ അതിനുശേഷം യു ആണെങ്കിൽ ഇപ്പോൾ സോങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇവരുടെ ഹോസ്റ്റലിന്റെ പുറകെ ഗേറ്റിൽ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഇവളെ പറഞ്ഞിട്ട് കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ സോങ്ങും അങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങനെ യോ ഇവളെയും കൂട്ടി എത്തുന്നത് മറ്റെവിടേക്കുമല്ല ഇവന്റെ റിസർച്ച് സെന്ററിലേക്കാണ്. അത് കണ്ട് ഇവളൊന്ന് ഷോക്ക് ആവുന്നു. അല്ല നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ യോ ഇവളുടെ മെയിൻ സബ്ജക്റ്റില് ഇവള് ഒട്ടും ഓക്കെ അല്ലല്ലോ, ഇവൾക്ക് ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാളും പല കാര്യങ്ങളും നേരിട്ട് തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഇവളുടെ പഠിത്തത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഇപ്പോൾ താൻ ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് എന്ന് പറയുമ്പോൾ ഇവള് ശശിയാവാണ്. ഇവളെ വിചാരിച്ചിരുന്നത് ഡേറ്റിനായിട്ട് മറ്റെവിടേക്കോ ആണ് കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്നായിരുന്നല്ലോ. ഇവള് നല്ലോണം തന്നെ അതുകൊണ്ട് ഒരുങ്ങി കെട്ടിയാണ് വന്നത്. ഇപ്പോ ഇത് അറിയുമ്പോൾ മേക്കപ്പ് ഒക്കെ കുറച്ച് തുടച്ചു കളയുന്നു. അതിനുശേഷം യു ആണെങ്കിൽ ഇവന്റെ കമ്പനിയിലെ മെയിൻ സ്റ്റാഫും അസിസ്റ്റന്റും ഒക്കെ ആയിട്ടുള്ള അലക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഇവളെ കൊണ്ട് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. എന്നിട്ട് കുറച്ച് ദിവസം സോങ് നമ്മുടെ ടീമിനോടൊപ്പം ഉണ്ടാവും, അവൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു കൊടുക്കണം എന്ന് പറഞ്ഞ് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നു. അകത്ത് വന്നിട്ടും അവിടെയുള്ള ഇവന്റെ സ്റ്റാഫിനെ എല്ലാം തന്നെ ഇവളെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഇവളെ ഇനി മുതൽ ഇവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അതിനുശേഷം ഒരു സ്റ്റാഫ് ആണെങ്കിൽ ഈ ഒരു പെണ്ണിന്റെ പേര് റിയ എന്നാണ്. ഇവൾക്കാണെങ്കിൽ സോങ് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാതെയാണല്ലോ എത്തിയിരിക്കുന്നത്. മാത്രമല്ല യു നേരിട്ട് ഇവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേക്കുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ അത്രയ്ക്ക് പിടിച്ചിട്ടില്ല. സോ ഇവളോട് നിന്നെ എന്തിനാ പുള്ളി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, നീ അദ്ദേഹത്തിന്റെ സിസ്റ്റർ ആണോ അതോ ഗേൾ ഫ്രണ്ട് ആണോ, ഗേൾ ഫ്രണ്ട് ആവാൻ വഴിയില്ല, അദ്ദേഹത്തിന് എന്തായാലും മറ്റൊരു ഗേൾ ഫ്രണ്ട് ഉണ്ട് എന്ന് പറയുമ്പോൾ ഇവൾ ആലോചിക്കുന്നുണ്ട് ഇവളാണ് ആ ഒരു ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാലോ എന്ന്. പക്ഷെ അപ്പോഴേക്കും യു അങ്ങോട്ടേക്ക് വന്ന് ഇവിടെ എന്താ നടക്കുന്നത്, റാഗിംഗ് ആണോ, ജോലി സ്ഥലത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത്, ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് യു ആണെങ്കിൽ സോങ്ങിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഇവളാണ് ഇവന്റെ ഗേൾ ഫ്രണ്ട് എന്ന കാര്യമൊന്നും ആ ഒരു സ്റ്റാഫിനോട് പറഞ്ഞില്ലായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ യുവിന് അത് നന്നായിട്ട് ഫീൽ ആയിട്ടുണ്ട്. മാത്രമല്ല ഇവരുടെ കോളേജിലും ആരും തന്നെ ഇവരുടെ റിലേഷൻഷിപ്പ് അറിയുന്നതിനോട് ഇവൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നില്ലല്ലോ. സോ ഇവള് ഇപ്പോഴും ഇവനെ ബോയ് ഫ്രണ്ട് ആയിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല എന്നാണ് യു ഇവളോട് പറയുന്നത്. എന്നാൽ സോങ് ആണെങ്കിൽ ഇവനൊരു പ്രശ്നമാവണ്ട, ഇവള് അത്ര ജീനിയസ് ആയിട്ടുള്ള ഒരു വ്യക്തിയൊന്നും അല്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടാക്കിയാല് കൊണ്ടുവന്ന് യുവിനെ തന്നെ എല്ലാവരും പഴിക്കണ്ട, പ്രത്യേകിച്ച് ഇവളെ ഗേൾ ഫ്രണ്ട് ആണെന്നൂടെ അറിഞ്ഞാൽ അത് അവനൊരു നാണക്കേടായാലോ എന്നൊക്കെ കരുതിയിട്ടാണ് ഇവൾ ആ ഒരു കാര്യം പറയാതിരുന്നത്. എന്നാൽ യുവിന് ഈ ഒരു കാര്യം നല്ല ഫീൽ ആയിട്ടുണ്ട്. സോ ഇവളെ റൂമിൽ വന്നിട്ട് അവന് പിന്നെ മെസ്സേജും കാര്യങ്ങളൊക്കെ അയച്ചു നോക്കുന്നുണ്ട്. പക്ഷെ യു ആണെങ്കിൽ ഒന്നിന് തന്നെ റിപ്ലൈ കൊടുത്തിട്ടില്ല. അവൻ നല്ല പിണക്കത്തിലാണ് എന്ന് ഇവൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ബോയ് ഫ്രണ്ടിന്റെ പിണക്കം മാറ്റാനായിട്ട് ഇപ്പോൾ എന്തൊക്കെ വഴികളാണ് ഉള്ളതെന്ന് ഇവൾ ആ ഒരു സോഷ്യൽ മീഡിയയിൽ ക്വസ്റ്റ്യൻ ആയിട്ട് പോസ്റ്റ് ചെയ്ത് ഫ്രണ്ട്സിനോടൊക്കെ അഭിപ്രായം ചോദിക്കുന്നു. അപ്പോൾ അതിലെ കമന്റ്സ് ആയിട്ട് വരുന്നത് ഒന്നെങ്കിൽ വളരെ ക്യൂട്ടായിട്ടൊക്കെ നിന്ന് അത് കാണിച്ച് സോപ്പിടണം എന്നാണ്. പക്ഷെ അതിനോട് ഇവൾക്ക് താല്പര്യമില്ല, അത് വളരെ ക്രിഞ്ച് ആണല്ലോ. നെക്സ്റ്റ് ആയിട്ട് വരുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ട് ക്ഷമ ചോദിക്കണം എന്നാണ്. പക്ഷെ ഇവൾക്കാണെങ്കിൽ അവന്റെ ഇഷ്ടം എന്താണെന്ന് പോലും അറിയില്ല. അപ്പൊ ഇവിടെ യു ആണെങ്കിൽ അവളെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ കാണുന്നു, ബോയ് ഫ്രണ്ടോ എന്ന് ചിന്തിച്ചിട്ട് ഇവന് മനസ്സിലാവുന്നുണ്ട് അവളെ ഇവന് വേണ്ടിയിട്ടാണ് ആ ഒരു ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്തേക്കുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഇവനും ഇവന്റെ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു മിൽറ്റി വാങ്ങിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് അതൊരു നല്ല ഐഡിയ ആയിട്ട് തോന്നുകയാണ്. അതിനുശേഷം നമ്മളെ പറ്റിയാണ് കാണുന്നത് ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ നടക്കാണ്. ആ ഒരു സമയത്ത് എല്ലാവരുടെയും ഹോംവർക്കും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് യു ഏൽപ്പിക്കുന്നത് സോങ്ങിനെയാണ്. പക്ഷെ ആ ഒരു കാര്യങ്ങളൊന്നും തന്നെ ഷിനിയെ ഇഷ്ടപ്പെടുന്നില്ല. നീ എന്താ ഇവിടെ നിൽക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്താ എനിക്ക് ഇവിടെ നിൽക്കാൻ പാടില്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ യു ആണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് ഇവിടെ അധിക സമയം നിൽക്കണ്ട, ഹോംവർക്ക് വെച്ചെങ്കിൽ സീറ്റിൽ പോയി ഇരിക്കാൻ പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അങ്ങനെ അന്നത്തെ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം സോങ് ആണെങ്കിൽ അവള് വാങ്ങിച്ചിട്ടുള്ള മിൽക്ക് ടീ ഒക്കെ ആയിട്ട് ഇവന്റെ അടുത്തേക്ക് ചെന്ന് ഇവൻ ഇന്ന് പഠിപ്പിച്ച ആ ഒരു ടോപ്പിക്
ടോപ്പിക്ക് ഇവൾക്ക് മനസ്സിലായിട്ടില്ല, ഒന്ന് പറഞ്ഞുതരോ എന്ന് ചോദിക്കുമ്പോൾ യു ആണെങ്കിൽ ഇന്ന് എനിക്ക് സമയമില്ല, വല്ല സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അവൻ നേരെ അവന്റെ ഓഫീസിലേക്ക് പോവാണ്. പക്ഷേ സോങ് ആണെങ്കിൽ വിടുന്നില്ല, ഇവളും അവന്റെ പിറകെ തന്നെ വരുന്നു. സോ യു ഇവളോട് നീ എന്തിനാ എന്നെ ഫോളോ ചെയ്ത് വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് അല്ല നിങ്ങളെ ജോലിയൊക്കെ ചെയ്ത് വളരെ ക്ഷീണിച്ചിരിക്കല്ലേ, ഇതാ ഈ ഡ്രിങ്ക് കുടിച്ചോ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവൻ ഇവളോട് ഞാൻ നിന്നോട് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്വീറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് ഇഷ്ടമല്ലെന്ന് എന്ന് പറഞ്ഞ് ഇവളെ റിജക്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇവള് കേൾക്കുന്നില്ല. അതിലെ സ്ട്രോയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒരു കവള് കുടിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ ഇവള് നിർബന്ധിക്കാൻ വേണ്ടി തന്നെയാണല്ലോ ഇവൻ ഇങ്ങനെ പറയുന്നത്. സോ ഇവളെ കുറച്ച് താഴ്ന്ന് പറയുമ്പോൾ ഇവനും അത് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നു. പക്ഷെ അപ്പോഴേക്കും കറക്റ്റ് ഷിൻ ആണെങ്കിൽ അങ്ങോട്ട് കയറി വരാണ്. സോ ഇവര് ഇങ്ങനെ നിൽക്കുന്നത് കണ്ട് ഷിൻ അല്ല നിങ്ങളിവിടെ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ സോങ് ആണെങ്കിൽ അവളുടെ കൈ ഇങ്ങനെ താഴോട്ട് കൊണ്ടുപോവാണ്. പക്ഷെ യു ആണെങ്കിൽ അത് തടയുന്നില്ല, ഇവൻ നിൽക്കുന്നതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അവളുടെ കയ്യിൽ നിന്ന് തന്നെ അത് വാങ്ങിച്ചു കുടിക്കുകയാണ്. എന്നിട്ട് ഇവനോട് എന്താ കാര്യം എന്ന് തിരക്കുന്നു. അപ്പോൾ ഇവൻ ഇങ്ങോട്ട് എത്തിയിരിക്കുന്നത് ഇവന് സംശയമുള്ള കാര്യങ്ങൾ ചോദിക്കാനും അതുപോലെ തന്നെ മെയിൻ ഉദ്ദേശം ഇവന്റെ ആ ഒരു റിസർച്ച് സെന്ററിൽ താനും കൂടെ ട്രെയിനിങ്ങിന് വന്നോട്ടെ എന്ന് ചോദിക്കാനാണ്. പക്ഷെ യു ആണെങ്കിൽ സമ്മതിക്കുന്നില്ല, താൻ ആരെയും ഇപ്പോൾ ഹയർ ചെയ്യുന്നില്ല, നിനക്ക് വല്ല സംശയം ഉണ്ടെങ്കിൽ മെയിൽ അയച്ച് ചോദിച്ചാൽ മതി എന്ന് പറയുമ്പോൾ ഇവൻ നിങ്ങൾ അവിടേക്ക് പുതിയൊരാളെ കൊണ്ടുപോയി ഞാൻ അറിഞ്ഞല്ലോ, അത് ഇവളാണോ, എങ്കിപ്പോ ഞങ്ങളെ എന്തുകൊണ്ട് എന്നെ കൂടെ കൂട്ടിക്കൊണ്ട് പോകൂടാ എന്ന് ചോദിക്കുമ്പോൾ യു ഇവനോട് എനിക്ക് താല്പര്യമുള്ളവർക്ക് മാത്രമേ എനിക്ക് ട്രെയിനിങ് കൊടുക്കാൻ പറ്റൂ, എനിക്ക് നിന്നോട് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. അപ്പോൾ അവനോട് നിങ്ങൾ ഇത്രയും ദേഷ്യത്തിൽ സംസാരിച്ചതിന് കാരണക്കാരി ഞാനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അതെ എന്ന് തന്നെയാണ് പറയുന്നത്. സോ ഇവളും സ്വന്തം ചേട്ടന്റെ മകനോട് ആണല്ലോ ഇവന് ഇത്ര അസൂയ തോന്നുന്നത് എന്നാണ് ചിന്തിക്കുന്നത്. എന്തായാലും ഇവൾക്ക് ഇപ്പോൾ യുവിനോടുള്ള ആ ഒരു അകൽച്ചയൊക്കെ മാറി അവനോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അതിനുശേഷം യു ആണെങ്കിൽ ഒരു ബിസിനസ് ട്രിപ്പിനായിട്ട് ഒരാഴ്ചത്തേക്ക് പുറത്തോട്ട് പോവുകയാണ്. ആ ഒരു കാര്യം ഇവൻ പറയുമ്പോൾ ഇവള് ഭയങ്കര സന്തോഷത്തിലാണ്. ഇവൾക്ക് കുറച്ച് ഫ്രീ ആയിട്ട് ഒരുപാട് അധികം ടൈം കിട്ടുന്ന കാര്യമാണല്ലോ. അത് മാത്രമല്ല ഇവളോട് യു ആണെങ്കിൽ റിസർച്ച് സെന്ററിലേക്ക് പോയാൽ മതി, അവിടെ തന്നെ എല്ലാ കാര്യങ്ങളും അലക്സിനോട് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യവും പറയുന്നു. അങ്ങനെ യു ആണെങ്കിൽ ബിസിനസ് ട്രിപ്പിന് പോകുന്നത് കൊണ്ട് തന്നെ ഇവൾക്ക് നല്ല ഫ്രീ ടൈം കിട്ടുന്നു. സോ ഇവൾ ഉടനെ തന്നെ ലൈവ് വരികയാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ യുവും കാണുന്നുണ്ട്. ഇവൻ ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇവൾക്ക് ആ ഒരു മെസ്സേജ് ഇട്ടിട്ട് എന്താ ഭയങ്കര സന്തോഷം എന്ന് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ലൈവ് വരുന്നത്. സോ ഇവള് ഓഡിയൻസിനോടും ഇവളുടെ ഫാൻസിനോടും ഒക്കെ എന്റെ അഡ്വൈസർ ഒരു ട്രിപ്പിന് പോയത് കൊണ്ട് എനിക്ക് കുറച്ച് ഫ്രീ ടൈം കിട്ടി എന്ന് ഇവള് വളരെ സന്തോഷത്തിൽ പറയുമ്പോൾ ഇവനും അതിനർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വൈസറിനെ അത്ര ഇഷ്ടമല്ലെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ അത് കണ്ടിട്ട് അങ്ങനെയല്ല, പുള്ളി നല്ലൊരു വ്യക്തിയാണ്, പക്ഷേ എനിക്കിപ്പോ കുറച്ച് സമയം കിട്ടിയത് കൊണ്ട് ഞാൻ വളരെ ഹാപ്പിയാണ് എന്ന് പറയുന്നു. പക്ഷെ ഇവൾക്ക് ഇപ്പോഴും അറിയില്ലല്ലോ ആ ഒരു വൈ എന്ന് പറയുന്ന ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് ഇവൾക്ക് മെസ്സേജും കാര്യങ്ങളൊക്കെ അയക്കുന്നത് യു ആണ് എന്ന കാര്യം. അതിനുശേഷം ഇവളാണെങ്കിൽ ഭയങ്കര നിരാശയിലാണ്. കാരണം യു ആണെങ്കിൽ പിന്നെ ഇവൾക്ക് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും തന്നെ അയച്ചിട്ടില്ല. യു ഇതുവരെ മെസ്സേജ് അയക്കാത്തത് കൊണ്ട് തന്നെ ഇവള് എങ്കിൽ പിന്നെ ഞാൻ തന്നെ അങ്ങോട്ടേക്ക് അയച്ചേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവള് അവന് അങ്ങോട്ട് മെസ്സേജ് അയക്കാണ്. ഇവൾ ആ ഒരു മെസ്സേജ് അയക്കേണ്ട താമസം ഉടനെ തന്നെ യു ഇവളെ ഇങ്ങോട്ട് വിളിക്കാണ്. എന്നിട്ട് എന്താ നീ എന്നെ മിസ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. ഞാനെന്ന് മിസ് ചെയ്യുന്നില്ല, എനിക്ക് ചില ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ചോദിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചത്, നിങ്ങൾ ബിസി ആണെങ്കിൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇവൻ ഞാൻ ബിസി ഒന്നല്ല എന്ന് പറയുമ്പോൾ ഇവള് മനസ്സിലായി പിന്നെ എന്താ നിങ്ങൾ എനിക്കൊരു മെസ്സേജ് പോലും അയക്കാതിരുന്നത് എന്നാണ്. അപ്പോൾ യു അതിനുള്ള റിപ്ലൈ ആയിട്ട് ഇവളോട് ഞാൻ നിനക്ക് മെസ്സേജ് ഒന്നും അയക്കാതിരുന്നത് നിന്റെ മൂഡ് ഞാനായിട്ട് കളയണ്ടെന്ന് വിചാരിച്ച ആണില്ലാത്തത് കൊണ്ട് നീ വളരെ ഹാപ്പി ആണല്ലോ എന്ന് പറയുമ്പോൾ ഇവള് ഇയാൾ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞത് എന്നാണ് ചിന്തിക്കുന്നത്. ഇവളുടെ ലൈവ് അവൻ കണ്ടിരുന്നു എന്ന കാര്യമൊന്നും ഇവൾ അറിയുന്നില്ല. സോ അങ്ങനെ അവര് സംസാരിച്ച് ഫോൺ വെച്ചതിന് ശേഷം യു ആണെങ്കിൽ ഇവന്റെ അസിസ്റ്റന്റിനെ വിളിച്ചിട്ട് പിറ്റേന്നുള്ള മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ഉച്ചക്കത്തെ ഫ്ലൈറ്റ് തന്നെ ബുക്ക് ചെയ്യാനായിട്ട് പറയുന്നു. ഇവന് തിരിച്ച് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇവന് മനസ്സിലായി അവള് ഇവനെ മിസ് ചെയ്യുന്നുണ്ട് എന്ന കാര്യം, അതുകൊണ്ടാണ്. എന്നാൽ അപ്പോഴേക്കും പെട്ടെന്ന് ലയ ആണെങ്കിൽ ഓടിക്കൊണ്ട് വന്ന ഇവളോട് ഒരു ആൻ എന്ന് പറയുന്ന പെൺകുട്ടി തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട് എന്ന കാര്യം ഇവളെ അറിയിക്കുന്നു. അത് മറ്റാരുമല്ല ഷിനിന്റെ ഒരു ക്രഷ് ആണ്. അവൾക്കും അവനോട് താല്പര്യം തന്നെയാണ്. ആ ഒരു പെൺകുട്ടിക്കും അവനോട് വളരെയധികം താല്പര്യമാണ്. ഇപ്പൊ ലയ ഇവളോട് ആ ഒരു ആൻ തിരിച്ചു വരാൻ വേണ്ടിയിട്ടാണല്ലോ അവൻ ഇത്രയും നാളും നിന്നെ റിജക്ട് ചെയ്തത്, അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സോങ് ഇവൾക്ക് ഇപ്പോൾ അവനോട് ഒരു താല്പര്യമില്ലല്ലോ, അതുകൊണ്ട് തന്നെ തനിക്ക് അതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും ആ ഒരു ആനാണെങ്കിൽ ഇവൾക്ക് മെസ്സേജ് അയക്കാണ്. ഇവര് മുന്നേ തന്നെ ഒരുമിച്ച് പഠിച്ചവരൊക്കെയാണ്. സോങ് ആണെങ്കിൽ ഷിനിന്റെ പിറകെ നടക്കുന്ന കാര്യം ആ ഒരു ആനിന് അറിയാം. അതുകൊണ്ട് തന്നെ ആൻ ഇവളോട് അവളെ നാട്ടിൽ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഒരു ട്രീറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ഒരു പാർട്ടി വെക്കുന്നുണ്ട്, ഇവളെ കൂടി വരാനായിട്ട് പറഞ്ഞ് അതിലേക്ക് ക്ഷണിക്കാണ്. എന്നാൽ ഇവൾക്കാണെങ്കിൽ അതിനോട് താല്പര്യമില്ല, നോ പറയാനായിട്ടാണ് പോകുന്നത്. പക്ഷെ ലൈ ആണെങ്കിൽ സമ്മതിക്കുന്നില്ല. അവളുടെ ഫോൺ വാങ്ങിച്ചിട്ട് ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് വരും എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കുകയാണ്. സോ പിറ്റേന്ന് തന്നെ ഇവരെ ഇപ്പോൾ ആ ഒരു ഫംഗ്ഷനിൽ എത്തിയിരിക്കുകയാണ്. അവിടെ ഷിൻ ഉൾപ്പെടെയുള്ള എല്ലാ ഫ്രണ്ട്സും ഉണ്ട്. അതേ സമയം തന്നെയാണ് യു ആണെങ്കിൽ നാട്ടിലെത്തിയിട്ട് അവളെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ ആ ഒരു റിസർച്ച് സെന്ററിലേക്ക് എത്തുന്നത്. പക്ഷെ അവളാണെങ്കിൽ ഒരു പാർട്ടിക്ക് പോകാനായിട്ട് നേരത്തെ തന്നെ ഇറങ്ങി എന്ന കാര്യം അലക്സ് യുവിനോട് പറയുന്നു. ഇവനും പെട്ടെന്ന് തന്നെ അവൾക്ക് മെസ്സേജ് അയച്ചു, നീ ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഫ്രണ്ട്സിനോടൊപ്പം ഒരു ഗെറ്റ് ടുഗദർ ഉണ്ട്, അതിന് വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ അയച്ചു കൊടുക്കുന്നു. പക്ഷെ ആ ഒരു ഫോട്ടോയിൽ ഷിന്നും ഉൾപ്പെടുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആ ഒരു ഫോട്ടോ വേറെ ആർക്കോ യു അയച്ചു കൊടുത്തിട്ട് അതിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ എന്നെ അറിയിക്കാനായിട്ട് പറഞ്ഞ് ഏർപ്പാട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ എല്ലാവരും ആനിനെയാണ്
പുകഴ്ത്തുന്നത്. ഷിനാണെങ്കിൽ ഒരുപാട് നാളായിട്ട് അവനെ വെയിറ്റ് ചെയ്താണ് ഉള്ളത്. ഇവൾക്ക് വേണ്ടിയിട്ടാണ് സോങ്ങിന്റെ പ്രപ്പോസൽ എല്ലാം തന്നെ ഷിൻ ഒരുപാട് തവണ റിജക്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് സോങ്ങിനെ കളിയാക്കുന്ന രീതിയിലാണ് എല്ലാവരും സംസാരിക്കുന്നത്. അപ്പോൾ സോങ് ആണെങ്കിൽ തനിക്കിപ്പോൾ ഷിനിനോട് ഒരു താല്പര്യമില്ല, അതെല്ലാം പാസ്റ്റ് ആണ്, അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം, എന്തായാലും ഞാൻ അതിലൊന്നും ഇടപെടാൻ പോകുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ഷിനാണെങ്കിൽ ഇപ്പോൾ ആനിയോട് വലിയ താല്പര്യമൊന്നുമില്ല. കാരണം അവൾ ഒരുപാട് നാളായിട്ട് പുറത്തായിരുന്നല്ലോ. ഷിന്നുമായിട്ട് അവള് വലിയ കോണ്ടാക്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അവർ പരസ്പരം ഇഷ്ടമാണ് എന്ന കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. ഒരുപാട് നാളായിട്ട് ഇവന്റെ പിറകെ നടന്നിരുന്നത് സോങ് ആണല്ലോ, അതുകൊണ്ട് തന്നെ ഇവനും ഉള്ളിന്റെ ഉള്ളിൽ അവളോട് ഇഷ്ടമാണ് ഉള്ളത്. എന്നാൽ ബാക്കിയുള്ളവരൊക്കെ അങ്ങനെയല്ലല്ലോ വിചാരിക്കുന്നത്. ആനിന് വേണ്ടിയിട്ടാണ് സോങ്ങിനെ ഇത്രയും നാളും ഷിൻ എല്ലാവരുടെ മുന്നിൽ വെച്ചും നാണം കെടുത്തിയതും റിജക്ട് ചെയ്തതും എന്നൊക്കെയാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും സോങ്ങിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയും നാണം കെടുത്തുകയും ഒക്കെ ചെയ്യാണ്. ഒരു നാണോ മാനോ ഇല്ലാതെ ഇവള് 100 തവണയാണല്ലോ അവന്റെ പിറകെ ഇഷ്ടം അറിയിച്ച് നടന്നത്. പക്ഷെ അപ്പോഴേക്കും കറക്റ്റ് യു ആണെങ്കിൽ അങ്ങോട്ടേക്ക് എത്താണ്. ഇവൻ നാട്ടിലെത്തി എന്ന കാര്യം ഇവൾ ഇപ്പോഴാണ് അറിയുന്നത്. സോ ഇവര് സോങ്ങിനെ ഓരോന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ യു കേട്ടിരുന്നത് കൊണ്ട് തന്നെ ഇവരോട് ഇവിടെ ഇരിക്കുന്നവർക്ക് ആർക്കും ഫാമിലി ബാക്ക്ഗ്രൗണ്ടിന്റെ കാര്യത്തിലായാലും നിലപാടിന്റെ കാര്യത്തിലായാലും സൗന്ദര്യത്തിന്റെ കാര്യത്തിലായാലും സോങ്ങുമായിട്ട് താരതമ്യം ചെയ്യാനാവില്ല. വായി തോന്നുന്നതൊക്കെ വിളിച്ച് പറയുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം എന്ന് പറഞ്ഞിട്ട് സോങ്ങിനെ അവൻ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് കാറിലേക്ക് കൂട്ടിക്കൊണ്ട് വന്ന് ഇവൾക്ക് ഇവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കൊടുക്കുന്നത്. പക്ഷെ അവളാണെങ്കിൽ എനിക്ക് ഇപ്പൊ ബിയർ അടിക്കാനാണ് തോന്നുന്നത് എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവൾക്ക് ആ ഒരു ബിയർ വാങ്ങിച്ചു കൊടുത്ത് ഇവരിപ്പോ പുറത്ത് എത്തിയിരിക്കുകയാണ്. ആ ഒരു സമയത്ത് യു ആണെങ്കിൽ ഇവളോട് നീ എന്തുകൊണ്ട് ഷിനിനെ ഇഷ്ടപ്പെട്ടത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവളും എനിക്ക് അവനോട് ഇപ്പൊ ഇഷ്ടമൊന്നുമില്ല, ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ അവന്റെ മാർക്ക് കണ്ടോ, പേഴ്സണാലിറ്റി കണ്ടോ, ലുക്ക് കണ്ടോ, ഡീസന്റ് ആയിട്ടുള്ള സ്വഭാവം കണ്ടിട്ടോ ഒന്നുമല്ല, അതിന് മറ്റൊരു കാരണമുണ്ട് എന്ന് പറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. ഇവള് ചെറുതായിരുന്ന സമയം, ഇവള് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയം ഇവളുടെ പാരന്റ്സുമായിട്ട് ആ ഒരു ജിയാങ് ഫാമിലി ഒരു ഫംഗ്ഷൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഇവള് കളിക്കുന്ന സമയത്ത് ഇവളാണെങ്കിൽ ഒരു ഡോഗിനെ കാണുന്നത് കൊണ്ട് തന്നെ അതിനെ എടുത്ത് കൊഞ്ചിക്കുന്ന സമയത്ത് അതാണെങ്കിൽ പെട്ടെന്ന് ഇവളുടെ കയ്യിൽ നിന്ന് തെറിച്ച് ഓടുന്നു. ആ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്ന 2-3 ഗ്ലാസ് തറയിൽ വീണ് പൊട്ടുകയും ചെയ്യാണ്. ഇവളാണെങ്കിൽ നല്ലോണം പേടിക്കാണ്, അവരുടെ സാധനമാണല്ലോ. മാത്രമല്ല അവിടുത്തെ സ്റ്റാഫും ഒക്കെ പെട്ടെന്ന് അങ്ങോട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇവളെ പെട്ടെന്ന് അവിടെ നിൽക്കാതെ ഓടി രക്ഷപ്പെടുന്ന വഴിക്കാണ് ഷിനിനെ ഇവൾ അവിടെ വെച്ച് ഫസ്റ്റ് ടൈം കാണുന്നത്. അവനും എന്തോ ഒരു കാര്യത്തിന് ഒളിച്ചു നടക്കാണ്. ഇവനെ തപ്പിയാണ് സത്യത്തിൽ ആ ഒരു സ്റ്റാഫ് ഒക്കെ അങ്ങോട്ട് വരുന്നത്. സോ ഇവളോട് നീ ഇവിടെ എന്നെ കണ്ട കാര്യം ആരോടും പറയരുത്, പറഞ്ഞു കഴിഞ്ഞാൽ നീ ആ ഒരു ഗ്ലാസ് തള്ളിയിട്ട് പൊട്ടിച്ച കാര്യം ഞാൻ എല്ലാവരോടും പറയും എന്ന് പറയുമ്പോൾ ഇവൾ ആരും കണ്ടില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിവൻ കണ്ടു എന്ന് അറിഞ്ഞ ഇവനോട് ഞാനത് മനഃപൂർവ്വം പൊട്ടിച്ചതല്ല, അറിയാതെ വീണു പോയതാണ് എന്ന് പറയുമ്പോൾ ഇവൻ അറിയാതെ ആണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും ഇവിടെ ഉള്ളവര് ഇത് അറിയണ്ട, കാരണം ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള സാധനമാണ്, ലക്ഷങ്ങൾ വില വരുന്ന സാധനം, അതും റെയർ ആയിട്ട് കിട്ടുന്നത്, നിനക്കിത് ഒരിക്കലും തിരിച്ചു വാങ്ങി കൊടുക്കാനാവില്ല, ആരെങ്കിലും അറിഞ്ഞാലും നല്ല പണി കിട്ടും എന്ന് പറയുമ്പോൾ ഇവളും പേടിച്ച് ഞാൻ നിന്നെ ഇവിടെ കണ്ട കാര്യം ആരോടും പറയില്ല എന്ന് പറയുമ്പോൾ ഇവനും എങ്കിൽ പിന്നെ ഞാനും ഈ ഒരു കാര്യം മറ്റാരോടും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് ഇവര് പ്രോമിസ് ഒക്കെ ചെയ്തിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. ആ ഒരു സമയത്ത് ഇവൾക്ക് ഇവനോട് ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ മൊത്തവും ഇവള് അവന്റെ പിറകെ തന്നെ നടന്നത്. സോ ഇവള് ഇപ്പോ യുവിനോട് താൻ അവനെ ഇഷ്ടപ്പെട്ടത് ഞങ്ങൾക്കിടയിൽ വലിയൊരു സീക്രട്ട് ഉള്ളത് കൊണ്ടാണ് അത് അവനായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല, എനിക്ക് വേണ്ടി അവനത് കീപ്പ് ചെയ്തത് കൊണ്ട് തന്നെ എനിക്ക് അവനോട് എന്തോ ഒരു ഇഷ്ടം തോന്നിപ്പോയി, പക്ഷെ ഞാനതിന്റെ പേരിൽ അവന്റെ പിന്നാലെ നടക്കാൻ പാടില്ലായിരുന്നു എന്ന് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കിയത് എന്നൊക്കെ ഇവള് പറയുമ്പോ പെട്ടെന്ന് തന്നെ യു അതൊക്കെ കേട്ട് മറ്റൊരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കാണ്. അതേ ദിവസം തന്നെ ഇവള് ആ ഒരു ഗ്ലാസും കാര്യങ്ങളൊക്കെ തള്ളിയിട്ട് പൊട്ടിച്ചല്ലോ, ആ കാര്യങ്ങളൊക്കെ തന്നെ മുകളിൽ നിന്ന് യു കണ്ടിരുന്നു. ഇവന്റെ ആ ഒരു ഫാമിലി ഫംഗ്ഷൻ ആണല്ലോ ഇവളെ എത്തിയിരിക്കുന്നത്. ഇവനും ഫസ്റ്റ് ടൈം അന്നാണ് അവിടെ വെച്ച് കാണുന്നത്. ആ ഒരു ഗ്ലാസ് പൊട്ടിച്ചിട്ട് ഇവളെ പേടിച്ചോടുന്നത് ഇവൻ കണ്ടത് കൊണ്ട് തന്നെ അവിടുത്തെ മാനേജറിനെ വിളിച്ചിട്ട് ഗ്രാൻഡ് പാരന്റ്സിന്റെ ടീക്കപ്പ് പൊട്ടിയിട്ടുണ്ട്, അത് തള്ളിയിട്ട് പൊട്ടിച്ചത് ഡോഗാണ്, അതുകൊണ്ട് പുതിയത് എത്രയും പെട്ടെന്ന് എവിടെ നിന്നായാലും എത്ര രൂപയായാലും കൊണ്ടുവന്ന് സെറ്റ് ചെയ്യണം, മാത്രമല്ല ഈ ഒരു കാര്യം മറ്റാരും അറിയാൻ പാടില്ല എന്ന കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇവളാണെങ്കിൽ ഇവളുടെ പാരന്റ്സിനെ അന്വേഷിച്ചു വരുന്ന സമയത്ത് അവിടെ ആരെയും കണ്ടെത്താനായില്ല. അതുകൊണ്ട് തന്നെ അവിടെ കണ്ട യുവിനോട് ആ ഒരു പ്രോഗ്രാം നടക്കുന്ന ഹാൾ എവിടെയാണ് എന്ന് ചോദിക്കുന്നു. ഇവനും ഇവളോട് ഞാൻ തന്നെ നിന്നെ കൊണ്ടാക്കാം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ കയ്യിൽ പിടിച്ച് അവളെ ഫ്രണ്ടിലോട്ട് കൊണ്ടുപോകുന്നില്ല, ബാക്ക് ഗേറ്റ് വഴി കൊണ്ടുപോവാണ്. ഇവര് മുന്നേ തന്നെ കണ്ടിട്ടുണ്ട്, പക്ഷെ സോങ്ങിനാണെങ്കിൽ ആ ഒരു കാര്യം ഓർമ്മയുണ്ടായിരുന്നില്ല. നിന്നെ ഷിൻ ഹെൽപ്പ് ചെയ്ത കാര്യം മാത്രമേ ഓർക്കുന്നുള്ളൂ അല്ലെ, എന്നെ നീ ഓർത്തില്ല അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷെ അവളാണെങ്കിൽ അപ്പോ ഫിറ്റ് ആയി പോയി. അതിനുശേഷം നമ്മൾ കാണുന്നത് പിറ്റേന്ന് രാവിലെ ഇവളെ എഴുന്നേൽക്കുമ്പോൾ ഇവൾ എവിടെയാണ് എന്ന് പോലും ഇവൾക്ക് മനസ്സിലാവുന്നില്ല. ഇവളിപ്പോൾ ഉള്ളത് യുവിന്റെ വീട്ടിലാണ്, പക്ഷെ ഇവളെ വിചാരിക്കുന്നത് അവൻ ഇവളെ ഏതോ ഹോട്ടൽ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ ഇവള് അലറി വിളിക്കാണ്. അപ്പോൾ യു അങ്ങോട്ടേക്ക് വന്ന് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ ഇവളും ഇത് ഏതാ സ്ഥലം, ഞാൻ എങ്ങനെ ഇവിടെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇതെന്റെ വീടാണ് എന്ന് പറയുന്നു. അപ്പോൾ ഇവളെ വിചാരിക്കുന്നത് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന് ഇവളെ എന്തൊക്കെയോ ചെയ്തു എന്നാണ്. പക്ഷെ പിന്നീടാണ് അവൾക്ക് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്ന കാര്യം മനസ്സിലാവുന്നത്. സോറി ഞാൻ കുറച്ച് ഓവറായി പോയി എന്ന് പറയുമ്പോൾ ഇവനും ചിരിച്ചിട്ട് ഇവളോട് ഫ്രഷ് ആയിട്ട് താഴേക്ക് വരാൻ പറഞ്ഞിട്ട് ഇവൻ അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ ഇവളും സ്വയം താൻ എന്തൊക്കെയാ കാണിച്ചു കൂട്ടുന്നത് എന്ന് ചിന്തിച്ച് ബാത്റൂമിലേക്ക് വരുമ്പോൾ അവിടെ ഇവൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം തന്നെ അവനടുത്ത് വെച്ചിട്ടുണ്ട്. അവന്റെ ഡ്രസ്സ് തന്നെയാണ് ഇവൾക്ക് ഇടാനായിട്ട് കൊടുത്തേക്കുന്നത്. ഇവളും അതൊക്കെ ഇട്ട് ഫ്രഷ് ആയി താഴേക്ക് വരുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഈ എടുത്തുകൊണ്ട് വന്ന് കൊടുക്കുന്നു. അപ്പോൾ
ഇവൾക്കാണെങ്കിൽ ഇനിയും ഇവിടെ വരികയാണെങ്കിൽ ഇവിടെ ഇടാനോ മാറാനോ ഡ്രസ്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവന്റെ വീട്ടിൽ കുറച്ച് ഡ്രസ്സ് വാങ്ങിച്ചു വെക്കാനായിട്ട് ഇവളെയും കൂട്ടി യോ ഇപ്പോൾ ഒരു ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ലേ ആണെങ്കിൽ ഇവളെ വിളിച്ചിട്ട്, അല്ല നീയും പ്രൊഫസറും തമ്മിൽ എന്താ ബന്ധം, എന്തൊക്കെയാണ് നടക്കുന്നത്, അയാൾ എന്തിനാ നിനക്ക് വേണ്ടി സംസാരിച്ചത്, നീ ഇന്നലെ കൂട്ടിക്കൊണ്ട് പോയത്, നീ ഇന്നലെ ഹോസ്റ്റലിൽ എത്തിയില്ലല്ലോ, നൈറ്റ് ഒക്കെ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവള് അത് പുള്ളി അതുവഴി പാസ് ചെയ്ത് പോയപ്പോ എന്നെ കണ്ടതാ, അതുകൊണ്ട് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോയത്, വേറൊന്നുമില്ല, ഞാൻ ഇന്നലെ എന്റെ വീട്ടിലാണ് ഉണ്ടായിരുന്നത്, വീട്ടിൽ പോയിരുന്നു എന്ന് പറയുമ്പോൾ ലയ ഇന്ന് നീ ക്ലാസ്സിലേക്ക് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവളും അത് ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുന്നു. പക്ഷെ യു ആണെങ്കിൽ ഇവളോട് ഇന്നും ഇവന്റെ വീട്ടിൽ സ്റ്റേ ചെയ്യാനായിട്ട് പറയാണ്. ഇവള് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ ഇവൾക്ക് ആ ഒരു സബ്ജക്റ്റിൽ ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, സോ അതൊക്കെ ഞാൻ ക്ലിയർ ചെയ്ത് തരാം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇവളും ഇപ്പോൾ ഇവന്റെ വീട്ടിലാണ് ഉള്ളത്. എന്നാൽ യു ആണെങ്കിൽ പഠിപ്പിക്കുമ്പോഴേക്ക് ഇവനെ തന്നെയാണ് വായി നോക്കുന്നത്. എന്നിട്ട് ലാസ്റ്റ് ഇവളോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക എന്ന് പറയുമ്പോൾ ഇവള് ചോദിക്കുന്നത്, അല്ല നിങ്ങൾ ബിസിനസ് ട്രിപ്പിന് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വരുമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാ ഇന്നലെ തിരിച്ചു വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഒറ്റയടിക്ക് അത് പിന്നെ ഞാൻ നിന്നെ മിസ് ചെയ്തത് കൊണ്ടാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് ഇവളെ കിസ് ചെയ്യാനായിട്ട് വരുന്നു. പക്ഷെ അപ്പോഴേക്കും പുറത്ത് ആരോ വരുവാണ്. പെട്ടെന്ന് സോങ്ങും നിങ്ങൾ ആരാന്ന് നോക്കാൻ ഞാൻ പുറത്തേക്ക് വരുന്നില്ല, റൂമിലുണ്ടാവും എന്ന് പറഞ്ഞിട്ട് അവൾ അകത്തേക്ക് പോകുന്നു. പുറത്ത് വന്നേക്കുന്നത് മറ്റാരും അല്ല, ഷിന്നാണ്. ഇവൻ അകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കുമ്പോൾ യു ആണെങ്കിൽ സമ്മതിക്കുന്നില്ല. നിനക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഇവനിപ്പോ എത്തിയിരിക്കുന്നത് ഇന്നലത്തെ കാര്യം ചോദിക്കാനായിട്ടാണ്. യു ആണല്ലോ ഇന്നലെ സോങ്ങിനെ കൂട്ടിക്കൊണ്ട് പോയത്. നിങ്ങൾ അവളുമായിട്ട് എന്തെങ്കിലും റിലേഷൻഷിപ്പിനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതങ്ങ് വിട്ടേക്ക്, അവള് നിങ്ങളെക്കാട്ടിലും ഒരുപാട് ഇളയതാണ്, നിങ്ങൾക്ക് പറ്റിയ പെൺകുട്ടിയല്ല എന്ന് പറയുമ്പോഴേക്കും കറക്റ്റ് സോങ് ആണെങ്കിൽ അവിടെ മറന്നു വെച്ചിട്ട് പോയ ഫോൺ ആണെങ്കിൽ റിംഗ് അടിക്കാണ്. സോ ഇവള് അകത്തുണ്ട് എന്ന കാര്യം ഷിനിന് മനസ്സിലായി. അവനാണെങ്കിൽ പെട്ടെന്ന് അകത്തേക്ക് പോകാൻ തുടങ്ങുന്നു. എന്നാൽ യു ആണെങ്കിൽ സമ്മതിക്കുന്നില്ല. നീ അവളുടെ കാര്യത്തിൽ ഒരുപാട് കെയർ കാണിക്കുന്നുണ്ടല്ലോ, എന്നിട്ട് ഇന്നലെ നിന്റെ ഫ്രണ്ട്സ് ഒക്കെ കൂടി അവളെ ആക്രമിച്ചപ്പോ ഇതൊന്നും കണ്ടില്ലല്ലോ, നീ നിന്റെ കാര്യം നോക്കിയാൽ മതി, അവളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം എന്ന് പറഞ്ഞിട്ട് ഇവനെ പുറത്താക്കി വാതിലടയ്ക്കാണ്. അതിനുശേഷം ഇവര് രണ്ടുപേരും കോളേജിലിരിക്കുന്ന സമയത്ത് ഷിന്നാണെങ്കിൽ ഇവളോട് വന്ന് ക്ഷമ ചോദിക്കാണ്. അന്ന് ഇവന് ഇവളുടെ കാര്യത്തിൽ ഇടപെടാൻ സാധിച്ചില്ല, അതുപോലെ തന്നെ ഇവളെ പലവട്ടം റിജക്ട് ചെയ്യുകയായിരുന്നല്ലോ ഇവൻ, സോ നിന്റെ ഫീലിംഗ്സ് ഞാൻ മനസ്സിലാക്കിയില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളോട് ക്ഷമ ചോദിക്കുന്നു. പക്ഷേ സോങ് ആണെങ്കിൽ ഇവനോട് അപ്പൊ കാണിക്കാത്ത ധൈര്യമൊന്നും ഇപ്പൊ കാണിക്കണ്ട, എനിക്ക് നിന്നോട് ഒരു താല്പര്യമില്ല, അതുകൊണ്ട് ഇനി എന്നെ കൂടുതൽ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് ഇവര് രണ്ടുപേരും അവനെ പറ്റി തന്നെയാണ് സംസാരിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ ലയ ഇവളോട്, അല്ല അവൻ എന്ത് പറ്റിയതായിരിക്കും, ഇപ്പൊ വന്ന് ക്ഷമയൊക്കെ ചോദിച്ചല്ലോ, അവന് ചിലപ്പോൾ നിന്നോട് ഫീലിംഗ്സ് സ്റ്റാർട്ട് ചെയ്ത് കാണും എന്ന് പറയുമ്പോൾ ഇവള് എന്ത് തന്നെ ആയാലും എനിക്ക് അവനോട് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞ് അവരിങ്ങനെ നടന്നു വരുമ്പോൾ പെട്ടെന്ന് യു ആണെങ്കിൽ ഇവളുടെ അടുത്തേക്ക് വന്ന് ഇവളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ആ ഒരു ഡ്രിങ്ക് ഇവൻ വാങ്ങിച്ചത് ഇവൾക്ക് കൊടുക്കാണ്. അപ്പോൾ അത് കണ്ടല്ലേ, അല്ല ഇതിപ്പോ എന്തിനാ പ്രൊഫസർ ഇവൾക്ക് കൊടുക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ സോങ് അത് പിന്നെ ഞാൻ നന്നായിട്ട് പഠിക്കുന്നത് കൊണ്ട് എനിക്കൊരു റിവാർഡായിട്ട് തരുന്നതാണ്, വേറൊന്നുമല്ല എന്ന് പറയുമ്പോൾ യു ആണെങ്കിൽ ഇവളോട് പയ്യെ നീ ഈ വീക്കെൻഡ് എന്റെ വീട്ടിലേക്ക് വരണം, എന്റെ പാരന്റ്സിനെ കാണാൻ വരണം എന്ന് പറയുന്നു. പക്ഷെ ആ ഒരു കാര്യം ലയ കേൾക്കാണ്. ഇവൾക്കൊന്നും മനസ്സിലാവുന്നില്ല. വീട്ടിലേക്കോ പാരന്റ്സിനെ കാണാനോ എന്ന് ചോദിക്കുന്നു. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവര് തിരിച്ച് റൂമിലെത്തി ലയ ആണെങ്കിൽ ഇപ്പോൾ ആത്മഹത്യ ചെയ്യാനായിട്ട് പോവാണ്. കാരണം ഇവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആണല്ലോ ഇത്രയും വലിയൊരു സത്യം മറച്ചു വെച്ചത്, അതുകൊണ്ട് തന്നെ അവള് നല്ല പിണക്കത്തിലാണ്. നീ എന്നോട് ഇനി എല്ലാ കാര്യങ്ങളും തുറന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇപ്പൊ തന്നെ മരിക്കും എന്ന് പറയുമ്പോൾ സോങ്ങും അവളെ കൂട്ടിക്കൊണ്ടുപോയി എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാണ്. ആ ഒരു ബ്ലൈൻഡ് ഡേറ്റ് മുഖേനയാണ് പുള്ളി ഞാൻ ഫസ്റ്റ് ആയിട്ട് കാണുന്നത്. പക്ഷെ പുള്ളിക്കാരൻ എന്റെ പ്രൊഫസർ ആയിരിക്കുന്ന കാര്യമൊന്നും ഞാൻ വിചാരിച്ചതേ ഇല്ല എന്ന കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പോൾ ലേ ആണെങ്കിൽ ഇവളെ ഡേറ്റ് ചെയ്യുന്നത് സ്വന്തം പ്രൊഫസറിനെ ആയതുകൊണ്ട് നല്ലതുപോലെ തന്നെ ഇവളെ ഇട്ട് കളിയാക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോൾ ഇവളുടെ സ്വന്തം വീട്ടിലാണ്. ഇന്നാണ് ഇവള് യുവിന്റെ പാരന്റ്സിനെ കാണാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ അമ്മ ആ പഴയ ആൾക്കാരെ വിളിപ്പിച്ച് വീണ്ടും ഇവളെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ട്രഡീഷണൽ ലുക്കാണ് ഇത്തവണ അവർ ഇവൾക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ഇവളെ ഒരുക്കി വിടുമ്പോൾ യുവിനും ഇവളെ കണ്ട് വളരെയധികം ഇഷ്ടപ്പെട്ടാണ്. അങ്ങനെ ഇവളെയും കൂട്ടി യു ഇപ്പോൾ അവന്റെ പാരന്റ്സിനെ കാണാൻ വേണ്ടി അവരുടെ ആ ഒരു കുടുംബ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവൾ അങ്ങോട്ടേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് അന്ന് ഇവളെ തള്ളിയിട്ട് പൊട്ടിച്ച ആ ഒരു ടീ കപ്പാണ്. സോ ഇവളെ പെട്ടെന്ന് അതിന്റെ അടുത്തേക്ക് ചെന്ന് അതെടുത്തിട്ട്, അല്ല ഇതൊന്ന് പൊട്ടിയ ഗ്ലാസ് അല്ലേ, പിന്നെ എങ്ങനെ ഇത് പഴയതുപോലെ ആയത്, പുതിയതുപോലെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ യുവും ഇവളോട് നീ അന്ന് പൊട്ടിച്ചതൊക്കെ മാറ്റിയിട്ടാണ് പിന്നീട് ഈ ഒരു സാധനം റീപ്ലേസ് ചെയ്തത്, പക്ഷേ ഇത് റീപ്ലേസ് ചെയ്തതാണെന്ന് ആർക്കും ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്ന് പറയുമ്പോഴാണ് ഇവൾക്ക് അന്ന് അവിടെ വെച്ച് ഇവളെ കണ്ടിരുന്നു എന്ന കാര്യം തന്നെ ഓർമ്മ വരുന്നതും ഇവനാണ് ഇവളെ ഹെൽപ്പ് ചെയ്തത് എന്ന കാര്യങ്ങളൊക്കെ മൈൻഡിലോട്ട് വരുന്നത്. യു തന്നെയാണല്ലോ ഈ ഒരു കപ്പൊക്കെ വാങ്ങിപ്പിച്ചത്. സോ ഇവനോട് ആ ഒരു കാര്യം ചോദിച്ചിട്ട്, അന്ന് നിങ്ങൾ തന്നെയല്ലേ എന്റെ പാരന്റ്സിനെ കണ്ടെത്താൻ എന്നെ ഹെൽപ്പ് ചെയ്തത്, ആ വ്യക്തി നിങ്ങളായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും നിനക്ക് എപ്പോഴെങ്കിലും എന്നെ ഓർമ്മ വന്നല്ലോ, അന്ന് എനിക്ക് നിന്നെ പിൻവാതിലൂടെയാണ് കൂട്ടിക്കൊണ്ട് പോവേണ്ടി വന്നതെങ്കിൽ ഇന്ന് എനിക്ക് എല്ലാവരുടെയും മുന്നിലൂടെ തന്നെ നിന്നെ ഫ്രണ്ടിലൂടെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴേക്കും ഇവന്റെ പാരന്റ്സും അങ്ങോട്ടേക്ക് വരികയാണ്. അച്ഛനും അമ്മയ്ക്കും ഒക്കെ തന്നെ ഇവളെ ഒരുപാട് ഇഷ്ടപ്പെടാണ്. അവളെ കൂട്ടിക്കൊണ്ടുപോയി ഇവരിപ്പോ സംസാരിക്കുന്നു. മാത്രമല്ല ഇവളെ വളരെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് തന്നെ യുവിന്റെ അമ്മ ഇവൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൈമാറുന്നു. അതിനുശേഷം രാത്രി ആകുമ്പോഴേക്കും ഇവൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യുമ്പോൾ യു ആണെങ്കിൽ ഇവളോട് നിനക്ക് എന്റെ പാരന്റ്സിനൊക്കെ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവളും അവരെ ആർക്കാ ഇഷ്ടപ്പെടാത്തത്, എന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടത് എന്റെ ഭാഗ്യമാണ് എന്ന് പറയുമ്പോൾ ഇവൻ അവർക്ക് നിന്നെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നമ്മുടെ കല്യാണം നടക്കും,
കാരണം എനിക്ക് നിന്നെ ഇഷ്ടമാണല്ലോ. അല്ല നിനക്ക് എങ്ങനെയാ, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് സ്വയം ഇവളോട് ആ ഒരു ചോദ്യം ഇതുവരെയും ചോദിച്ചിട്ടില്ല. എല്ലാം പെട്ടെന്നാണല്ലോ സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവൾക്ക് ആ ഒരു ഉത്തരം പറയാൻ പറ്റാതെ ആവുമ്പോൾ യു അത് മനസ്സിലാക്കിയിട്ട് സാരമില്ല, ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അപ്പൊ ഇവളും പോവാനായിട്ട് തുടങ്ങുന്നു. എന്നാൽ ഇവൻ ഡോർ തുറന്നു കൊടുക്കുന്നില്ല. തനിക്കൊരു റിവാർഡായിട്ട് ഒരു കിസ് വേണം എന്ന് പറയുമ്പോൾ ഇവൾ അവിടെയും ഒന്ന് ആലോചിക്കുകയാണ് കൊടുക്കണോ വേണ്ടിയോ എന്ന്. സോ യു ആണെങ്കിൽ ഇവളെ വെറുതെ ഒന്ന് ഇതാക്കാൻ വേണ്ടി ചോദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവളെ പതുങ്ങുന്നത് കൊണ്ട് ഇവളോട് ഡോർ തുറന്നു കൊടുത്തിട്ട് ഞാൻ വെറുതെ ചോദിച്ചതാ, നീ പൊക്കോളാനായിട്ട് പറയുന്നു. പക്ഷെ സോങ് ആണെങ്കിൽ ഇവനൊരു നിരാശ കൊടുക്കേണ്ട എന്ന വിധത്തിൽ അവൻ ആ ഒരു കിസ് കൊടുക്കുകയാണ്. അതുകൊണ്ട് തന്നെ യുവും വളരെ സന്തോഷത്തില്ല തിരിച്ച് ഇവളെ കിസ് ചെയ്യുന്നു. എന്നിട്ട് ഇവളോട് നീ വെയിറ്റ് ചെയ്യ്, നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കല്യാണം കഴിക്കാം എന്ന് പറഞ്ഞിട്ടാണ് അവളെ വിടുന്നത്. അതിനുശേഷം പിറ്റേന്നാണെങ്കിൽ ഫോമലായിട്ട് യുവും അവന്റെ അമ്മയും ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവളുടെ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവളുടെ അമ്മയ്ക്കാണെങ്കിൽ ആ ഒരു ഗിഫ്റ്റ് ഒക്കെ കണ്ട് ഭയങ്കര ഷോക്കാവുകയാണ്. മാത്രമല്ല യുവിന്റെ ഫാമിലി എൻഗേജ്മെന്റ് ഡേറ്റ് എടുക്കാൻ കൂടിയിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സോ അതെല്ലാം സംസാരിച്ച് അവരെ സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം ഇപ്പോ ഇവളാണെങ്കിൽ ഇവന്റെ വീട്ടിലാണ് ഉള്ളത്. എക്സാമും കാര്യങ്ങളൊക്കെ അടുക്കുന്നത് കൊണ്ട് തന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവൾക്കും ഇപ്പോൾ നല്ല ഇംപ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതിന്റെ റിവാർഡായിട്ട് ഇവനാണെങ്കിൽ ഇവളെ കിസ് ചെയ്യുമ്പോൾ ഇവള് എനിക്ക് റിവാർഡായിട്ട് ഇതൊന്നും വേണ്ട, കുടിക്കാനായിട്ട് എന്തെങ്കിലും തന്നാൽ മതി എന്ന് പറയുമ്പോൾ യുവും അത് എടുക്കാനായിട്ട് പോകുന്നു. പക്ഷെ യു ആണെങ്കിൽ അവിടെ ഇവന്റെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് പോകുന്നത്. അത് കണ്ട സോങ് ഇത് ഓപ്പൺ ചെയ്യുന്നത് മര്യാദയാണോ എന്നൊന്ന് ചിന്തിക്കുന്നു. പക്ഷെ അത് ഇവളുടെ ബോയ് ഫ്രണ്ട് തന്നെ ആണല്ലോ. അതുകൊണ്ട് തന്നെ ഇവള് അങ്ങനെ വിചാരിച്ച് ഇവളത് തുറന്നു നോക്കുന്നു. ഇവള് ഫസ്റ്റിലെ തന്നെ എടുത്തു നോക്കുന്നത് ആ ഒരു സോഷ്യൽ മീഡിയ ആണ്. അതിൽ കണക്ട് ആയിട്ട് കിടക്കുന്നത് ഇവളുടെ ലൈവ് ഒക്കെ കാണുന്ന ഒരു ഫേക്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, വൈ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ട് ഇവളെ കാണാണ്. ഇവള് ആ ഒരു വൈ എന്ന് പറയുന്ന വ്യക്തി മറ്റാരോ ആണ് എന്നാണല്ലോ വിചാരിച്ചിരുന്നത്. പക്ഷെ പെട്ടെന്ന് തന്നെ യു അങ്ങോട്ടേക്ക് വരുന്നത് കൊണ്ട് ഇവള് അത് ഓഫ് ചെയ്ത് വെക്കുന്നു. ഇവൾ അവനോട് ഒന്നും തന്നെ ചോദിക്കുന്നില്ല. പക്ഷെ ഇവന്റെ ആ ഒരു കള്ളത്തരം കണ്ടുപിടിച്ചത് കൊണ്ട് തന്നെ ഇവളിങ്ങനെ ഇടം കണ്ടിട്ട് ഇവനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ യുവും അത് ശ്രദ്ധിച്ചിട്ട് എന്താ നീ ഇങ്ങനെ ഒളിച്ചു നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോ ഇവള് ഞാനൊരു പാട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, അത് കേൾക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും പാടാനായിട്ട് പറയുന്നു. സോ ഇവൾ അത് പാടാണ്. പക്ഷെ അത് കേൾക്കുമ്പോൾ തന്നെ ഇവന്റെ ആ ഒരു കള്ളത്തരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ലൈൻസ് ആണ് ഇവള് പാടുന്നത്. സോ ഇവനത് മനസ്സിലായിട്ട് നിനക്കെല്ലാം മനസ്സിലായല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവനോട് നിങ്ങളായിരുന്നല്ലേ വൈ, ഇതെന്താ എന്നോട് നേരത്തെ പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവളോട് ഇവളുടെ കാര്യങ്ങളൊക്കെ അറിയാനും ഇവളുടെ സന്തോഷങ്ങളൊക്കെ മറിഞ്ഞിരുന്ന് ആസ്വദിക്കാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു താനിങ്ങനെ ഇവളോട് ഈ ഒരു കാര്യം പറയാതിരുന്നത് എന്ന് പറയുമ്പോൾ ഇവള് അല്ല എന്നെ എങ്ങനെയാണ് മനസ്സിലായത് എന്ന് ചോദിക്കുന്നു. ഇവളും ഇവളുടെ സ്വന്തം പേരിലൊന്നുമല്ല ഈ ഒരു അക്കൗണ്ട് തുടങ്ങിയത്, മറ്റൊരു യൂസർ നെയിമിലാണ്. അപ്പോൾ ഇവളോട് ഞാൻ നിന്നെ ഇന്നോ ഇന്നലെയോ കാണാൻ തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് എനിക്ക് നിന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിയാം എന്ന് പറയുമ്പോൾ ഇവള് അപ്പൊ നിങ്ങൾക്ക് എന്നെ ഫസ്റ്റ് കണ്ടപ്പോൾ മുതലേ ഇഷ്ടമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഇവനും അതെ എന്ന് പറയുന്നു. ഇവൾക്ക് അന്ന് ഫസ്റ്റിലെ ഷിനിനെ കണ്ട സമയത്ത് ഒരു ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നിയതുപോലെ ഇവളെ കണ്ടപ്പോൾ ഇവനും അതേ സംഭവം തോന്നിയിരുന്നു. പക്ഷേ ഇവൻ ഒരിക്കലും ഇവന്റെ ഫീലിങ്സ് ഇവളോട് പറയാൻ പറ്റിയിട്ടില്ല. കാരണം ഇവൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു. ഇവനാണെങ്കിൽ വളരെ യങ്ങായിട്ടുള്ള പ്രായമുള്ള വ്യക്തിയും. പക്ഷെ ഇവള് കോളേജിലാവുമ്പോൾ ഇവന്റെ ഇഷ്ടം പറയാനായിട്ട് പോയതാണ്. പക്ഷെ അപ്പോഴാണ് ഇവള് മറ്റൊരാളെ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യം അറിഞ്ഞത്, അതായത് ഷിനിനെ. അതുകൊണ്ടാണ് ഞാൻ തന്നെ പിന്നെ ബുദ്ധിമുട്ടിക്കാതെ അബ്രോഡ് പോയതും എന്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ നോക്കിയതും. പക്ഷേ ഞാൻ സീക്രട്ട് ആയിട്ട് നിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നു. നീ നിന്റെ പ്രണയത്തില് അവസാന ശ്രമവും പരാജയപ്പെട്ടു എന്ന് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരാൻ തീരുമാനിച്ചത്. പിന്നെ എനിക്ക് നിന്നെ വിട്ടുകളയാനാവില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഇവൾക്ക് ആ ഒരു ബ്ലൈൻഡ് ഡേറ്റ് ഉൾപ്പെടെ അറേഞ്ച് ചെയ്തതും ഇതുവരെ എത്തിച്ചതും ഇവനായിരുന്നു എന്ന കാര്യമൊക്കെ മനസ്സിലാവുന്നത്. ഇവൾ അന്ന് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നല്ലോ ആ ഒരു ഷിനുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇനി കൊണ്ടുപോകാൻ താല്പര്യമില്ല, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് യു തിരിച്ച് നാട്ടിൽ എത്തിയതും അതുപോലെ തന്നെ ഇവളുടെ കോളേജിൽ പ്രൊഫസറായിട്ട് വീണ്ടും ജോയിൻ ചെയ്തതും ഒക്കെ തന്നെ ഇവൾക്ക് വേണ്ടിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തത്. സോ അതൊക്കെ കേട്ട് ഇവൾ പെട്ടെന്ന് ഇവനെ ഹഗ് ചെയ്യാണ്. ഇവൾക്കത് നല്ലതുപോലെ ഫീൽ ആവുകയാണ്. ഇവൾ ആ ഒരു കാര്യം അറിഞ്ഞിരുന്നില്ലല്ലോ, ഇത്രയും സീക്രട്ട് ആയിട്ട് ഒരാളെ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന കാര്യം. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇവരുടെ ആ ഒരു എൻഗേജ്മെന്റ് ഡേ ആവാൻ പോവാണ്. അതുകൊണ്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഇവളെ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. ലയയും കൂടെ ഉണ്ട്, അതുപോലെ തന്നെ യുവും അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവനോടും ഈ ഒരു ഡ്രസ്സ് എങ്ങനെയുണ്ട് എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ഇവനും 5 വർഷത്തിൽ ഞാൻ നിന്നെ കണ്ടതല്ലേ ഏറ്റവും നല്ല സുന്ദരിയായിട്ടുണ്ട് എന്ന് പറയുന്നു. പിന്നെ അവര് ആ ഒരു കോസ്റ്റ്യൂമിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ലയ ആണെങ്കിൽ ഷിൻ വിളിക്കാണ്. അവന്റെ അങ്കിളുമായിട്ട് സോങ് എൻഗേജ് ആവാൻ പോവാണ് എന്ന കാര്യം അറിഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ലയ ആണെങ്കിൽ അവന് നല്ലത് കൊടുക്കാണ്. ഇപ്പൊ നീ എന്തിനാ അവളെ ഓർക്കുന്നത്, നിനക്ക് അവളെ വേണ്ടായിരുന്നല്ലോ, ഇപ്പൊ മറ്റൊരാളുമായിട്ട് ഇഷ്ടത്തിലായപ്പോഴാണോ നിനക്ക് അവളെ കാര്യം ഓർമ്മ വന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ യു ആണെങ്കിൽ ആ ഒരു ഫോൺ വാങ്ങിയിട്ട് ഷിനിനോട് നിനക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, അവൾ എന്റെ വൈഫ് ആവാനാണ് പോകുന്നത്, മേലെ ഈ കാര്യം പറഞ്ഞ് ഇവരാരും വിളിച്ചേക്കരുത് എന്ന് പറഞ്ഞ് വാണിംഗ് കൊടുക്കുന്നു. അപ്പോ സോങ് ആണെങ്കിൽ ഇവനോട് എനിക്ക് അവനായിട്ട് ഒരു ബന്ധമില്ല, അവൻ എന്തിനാ എന്നെ ഇങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് എനിക്ക് അറിയില്ല, നിങ്ങൾ എന്നെ വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ യു ഇവളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് എനിക്ക് നിന്നെ വിശ്വാസം തന്നെയാണ്, പക്ഷെ അവൻ ഇങ്ങനെ നിന്നെ ഇഷ്ടപ്പെടുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നിങ്ങനെ ഒരു ജലസ് രീതിയിൽ സംസാരിക്കുമ്പോൾ ഇവള ചിരിച്ചിട്ട് അവനെ കിസ് ചെയ്യാണ്. ഞാനിപ്പോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്റെ മുന്നിലുള്ള വ്യക്തിയെ തന്നെയാണ് എന്നിവള് ഇവനോട് പറയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇന്നാണ് ഇവരുടെ രണ്ടുപേരുടെയും എൻഗേജ്മെന്റ്. രണ്ടുപേരുടെയും പാരന്റ്സും കൊളീഗ്സും ഒക്കെ തന്നെ എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഷിന്നും അവിടെ ഉണ്ട്. സോ അവരുടെ പ്രപ്പോസലും കാര്യങ്ങളൊക്കെ നടന്ന് അവരുടെ ഇഷ്ടം പരസ്പരം അവർ എല്ലാവരുടെ മുന്നിലും തുറന്നു പറയാണ്. പക്ഷെ അതൊന്നും തന്നെ ഷിനിന് തീരെ പിടിക്കുന്നില്ല. അതിനുശേഷം ആ ഒരു ഫംഗ്ഷൻ ഒക്കെ കഴിഞ്ഞ് ഇവളാണെങ്കിൽ വളരെ ടയേർഡായിട്ട് ഇവളുടെ ആ ഒരു
ഹോട്ടൽ റൂമിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവളുടെ റിംഗ് ആണെങ്കിൽ ആ ഒരു ഡ്രസ്സിൽ കയറി കുരുങ്ങുമ്പോൾ അത് ഒന്നും പറ്റാതിരിക്കാനായിട്ട് ഇവൾ അവിടെ ഊരി വെക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും പുറത്ത് ആരോ വരുന്നു. ഇവളെ പോയി നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, ഷിന്നാണ്. ഇവനെ കണ്ട് ഇവള് പറഞ്ഞു വിടാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഷിന്നാണെങ്കിൽ എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് റൂമിലേക്ക് കയറി പോവാണ്. ഇവളാണെങ്കിൽ ഇവനോട് എനിക്ക് നിന്നോട് ഒന്നും സംസാരിക്കാനില്ല, ഞാനിപ്പോ എൻഗേജ്ഡ് ഗേൾ ഫ്രണ്ട് ഒരുത്തി പുറത്തുണ്ട്, അവളോട് പോയി സംസാരിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും ഷിന്നാണെങ്കിൽ ഇപ്പൊ ഇവളെ നഷ്ടപ്പെടുന്നത് അവനെ സഹിക്കാനേ ആവുന്നില്ല. അതുകൊണ്ട് തന്നെ ബലമായിട്ട് ഇവളെ നേടിയെടുക്കാനാണ് ഇവനിപ്പോ ശ്രമിക്കുന്നത്. പക്ഷെ കറക്റ്റ് സമയം തന്നെ യു ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്ന ഷിനെ പിടിച്ചു മാറ്റുന്നു. അപ്പോൾ യു നോക്കുന്ന സമയത്ത് ഇവളുടെ കയ്യിൽ ആ ഒരു റിംഗ് ഉണ്ടായിരുന്നില്ല, ഊരി മാറ്റി വെച്ചേക്കാണ്. അത് യു ശ്രദ്ധിക്കുന്നുണ്ട്. ഇവൻ ഇപ്പൊ അങ്ങോട്ട് ഇട്ടുകൊടുത്ത റിംഗ് ആണല്ലോ. എന്നിട്ട് ഇവൻ ഷിന്നോട് നിനക്ക് ഞാൻ പലതവണ വാണിംഗ് തന്നതാണ്, മര്യാദയ്ക്ക് ഇവിടെ ഇറങ്ങിപ്പോക്കോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഷിന്നാണെങ്കിൽ സോങ്ങിനെ ഇപ്പോഴും അവനെയാണ് ഇഷ്ടം, നിങ്ങളെ ഇഷ്ടമല്ല, എന്നോടുള്ള പ്രതികാരത്തിനാണ് ഇവളെ ഈ ഒരു വഴി സ്വീകരിച്ചത്, അല്ലാണ്ട് നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ടൊന്നല്ല എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ യു ആണെങ്കിൽ അതൊന്നും വിശ്വസിക്കുന്നില്ല. വളരെ ദേഷ്യപ്പെട്ട് ഇവനോട് അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് പറയുന്നു. ഒരു വട്ടം കൂടി എന്നെ കൊണ്ട് നീ ഇത് പറയിപ്പിച്ച് കഴിഞ്ഞാൽ നീ ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അവനും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. എന്നിട്ട് യു ഇവളോട് നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ റെസ്റ്റ് എടുക്കുക, നീ നല്ല ടയർഡാണ് എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഇവനോട് ഇവളെ നിൽക്കാനായിട്ട് പറയുന്നു. ഇവൻ കുറച്ച് അകൽച്ച് കാണിച്ചിട്ടാണല്ലോ ഇറങ്ങി പോകാൻ പോകുന്നത്. അത് മനസ്സിലാക്കിയിട്ടാണ് ഇവളെ നിൽക്കാനായിട്ട് പറയുന്നത്. പക്ഷെ യു ആണെങ്കിൽ ഇവളോട് ഇതൊക്കെ വേണോന്ന് ഞാൻ ഒന്നുകൂടെ ആലോചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതായത് ഇവളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് തനിക്ക് ഒന്നുകൂടെ ആലോചിക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് കേട്ട് ഇവളെ തകർന്നു പോവാണ്. ഷിൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയത് കൊണ്ടാവും ഇവൻ ഇപ്പോ ഇങ്ങനെ പറയുന്നത് എന്നാണ് ഇവളെ ചിന്തിക്കുന്നത്. പക്ഷെ യുവിന് ഏറ്റവും നല്ല ഫീൽ ആയിരിക്കുന്നത് ഇവൾ ആ ഒരു എൻഗേജ്മെന്റ് റിംഗ് ഊരി മാറ്റി വെച്ചത് കൊണ്ടാണ്. അപ്പോ ഷിന്നാണെങ്കിൽ വളരെ ദേഷ്യത്തില് പുറത്തേക്ക് വരുന്ന സമയത്ത് ആൻ ആണെങ്കിൽ ഇവന്റെ പിന്നാലെ വന്നിട്ട് നീ അവള് പറഞ്ഞതൊക്കെ കേട്ടതല്ലേ, അവൾക്ക് നിന്നെ ഇഷ്ടമല്ല, ഇനിയെങ്കിലും നീ എന്നെ സ്വീകരിക്കുക എന്ന് പറയുന്നുണ്ടെങ്കിലും ഷിന്നാണെങ്കിൽ ഇവളോട് ഞാൻ നിന്നെ ഒരിക്കലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നീ എന്റെ പിറകെ നിൽക്കേണ്ട കാര്യമില്ല, ഞാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ തീരുമാനിച്ചോളാം എന്ന് പറഞ്ഞത് കേട്ട് ഇവള് പിണങ്ങി പോവാണ്. ഇവനിപ്പോ ഫുള്ള് ഇഷ്ടപ്പെടുന്നത് സോങ്ങിനെ ആണല്ലോ. അതിനുശേഷം യു ആണെങ്കിൽ ഇവൾക്ക് മെസ്സേജോ കാര്യങ്ങളോ ഒന്നും തന്നെ അയച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ സോങ് അവന്റെ കമ്പനിയിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷെ ഇവളെ അവരെ മുകളിലേക്ക് കയറ്റി വിടുന്നില്ല. ഇവളെ മുന്നേ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ലല്ലോ, ഇവളെ അവന്റെ ഫിയാൻസി ആണ് എന്ന് വരെ പറഞ്ഞു നോക്കുന്നു. പക്ഷെ അദ്ദേഹത്തെ വിളിച്ച് സംസാരിക്കുകയാണെങ്കിൽ കയറ്റിവിടാം, അദ്ദേഹം പറഞ്ഞാൽ കയറ്റിവിടാം എന്നൊക്കെയാണ് പറയുന്നത്. ഇവളും അവനെ വിളിച്ചു നോക്കുന്നു. എന്നാൽ അവന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. അതുകൊണ്ട് തന്നെ ഇവർക്ക് അവളെ കടത്തിവിടാനാവില്ല എന്ന് ഇവളോട് പറയാണ്. സോ ഇവള് വേറെ വഴിയൊന്നും ഇല്ലാതെ ഇപ്പൊ യുവിന്റെ വീടിന്റെ പുറത്ത് ഇവളെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് സമയം കൊണ്ട് ഇവളോടെ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് യു അങ്ങോട്ടേക്ക് രാത്രിയാകുമ്പോൾ എത്തുന്നത്. ഇവളെ കണ്ട് ഇവൻ പെട്ടെന്ന് തന്നെ അടുത്തേക്ക് വന്ന് നീ എന്താ ഇവിടെ ഇരിക്കുന്നത്, എപ്പോഴാണ് നീ വന്നത്, എന്താ നീ പറയാതിരുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവള് പെട്ടെന്ന് ഇവനെ ഹഗ് ചെയ്യുന്നു. അപ്പോൾ യുവും ഇവളോട് വാ നമുക്ക് അകത്തേക്ക് പോകാം എന്ന് പറഞ്ഞ് ഇവളെ കൂട്ടിക്കൊണ്ട് പോയിട്ട് ആ ഒരു വീടിന്റെ ലോക്കിന്റെ ഫിംഗർ പ്രിന്റിൽ ഇവളുടെ ഫിംഗറും കൂടി ആഡ് ചെയ്യുകയാണ്. നിനക്കിനി എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, പുറത്ത് വെയിറ്റ് ചെയ്യണ്ട, അകത്ത് വെയിറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു ഫിംഗർ വെക്കുന്നത്. അങ്ങനെ അകത്ത് വന്നിട്ട് സോങ് ഇവനോട് നിങ്ങൾ ദേഷ്യത്തിലാണോ, അതുകൊണ്ടാണോ നിങ്ങൾ ഞാൻ അയച്ച മെസ്സേജിനൊന്നും റിപ്ലൈ തരാത്തത്, ഫോൺ അറ്റൻഡ് ചെയ്യാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ഇപ്പോഴാണ് ഫോൺ തന്നെ നോക്കുന്നത്. ആ ഫോൺ ഓഫ് ആയിരുന്നു, അതുകൊണ്ടാണ് ഇവൻ ആ ഒരു കാര്യങ്ങളൊന്നും അറിയാതിരുന്നത്. സോ ഇവനിപ്പോ ഇവളോട് ക്ഷമ ചോദിച്ചിട്ട് ഞാൻ അറിഞ്ഞോണ്ട് ചെയ്തതല്ല, പക്ഷേ ഞാൻ നമ്മുടെ എൻഗേജ്മെന്റ് ദിവസം ഒട്ടും ഹാപ്പി അല്ലായിരുന്നു, ഞാൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ നീയും ഷിന്നും സംസാരിച്ചുകൊണ്ട് നിൽക്കായിരുന്നു, മാത്രമല്ല ഞാനിട്ട് റിംഗ് നീ ഊരി വെച്ചേക്കാൻ ഞാൻ എന്താ വിചാരിക്കേണ്ടത്, നിനക്ക് ഞാനോടുള്ള റിലേഷൻഷിപ്പിന് ഇപ്പോഴും ഓക്കെ അല്ലെന്ന് എനിക്ക് തോന്നിയത്, പിന്നെ ഞാൻ എങ്ങനെയാ ഹാപ്പി ആവുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഞാൻ അവനെ എത്രയോ നാളുകൾക്ക് മുന്നേ മാറ്റി നിർത്തിയതാണ്, ഞാൻ അവനോട് റൂമിൽ നിന്ന് ഇറങ്ങി പോവാനാ പറഞ്ഞുകൊണ്ട് നിന്നത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ റിങ്ങിന്റെ കാര്യം, അതെന്റെ ഗൗണിൽ കയറി കുരുങ്ങിയപ്പോ ആ റിങ്ങിനൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് മാറ്റി വെച്ചത്, ഇപ്പൊ കണ്ടില്ല ഇതെന്റെ കയ്യിൽ സ്ഥിരമായിട്ട് ഇനി എന്നും ഉണ്ടാവും എന്ന് പറയുമ്പോഴും ഇവൻ അത്ര ഹാപ്പി അല്ല. സോങ് ഇവനോട് ഞാൻ നിങ്ങളോട് ഇതുവരെ പറഞ്ഞിട്ടില്ല എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, അത് നിങ്ങൾ ഷിനിന്റെ അങ്കിൾ ആയതുകൊണ്ടോ ജിയാങ് ഫാമിലിയുടെ യങ് മാസ്റ്റർ ആയതുകൊണ്ടോ ഒന്നുമല്ല, നിങ്ങൾ എന്ന വ്യക്തിയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് പറയുമ്പോൾ ഇവനത് കേട്ട് ഭയങ്കര സന്തോഷമാണ്. സോ ഇവൻ പെട്ടെന്ന് തന്നെ ഇവളെ കിസ് ചെയ്യാണ്. അതിനുശേഷം സോങ് ആണെങ്കിൽ എൻഗേജ്ഡ് ആയ കാര്യം കോളേജിലെ ഫ്രണ്ട്സ് എല്ലാവരും തന്നെ അറിഞ്ഞിരിക്കുകയാണ്. പക്ഷെ വരൻ ആരാണ് എന്ന കാര്യം ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇവളെ ഇപ്പോൾ വിളിച്ചിരുത്തിയിട്ട് അതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളാണ് നടത്തുന്നത്. ഇവൾ ഒരുപാട് നാൾ പുറകെ നടന്നിരുന്ന ഷിനിനെ വേണ്ടാന്ന് വെച്ചിട്ടാണല്ലോ ഇവൾ മറ്റൊരു വിവാഹം തിരഞ്ഞെടുത്തത്. സോ ആ ഒരു പയ്യൻ ആരാണ് എന്ന കാര്യങ്ങളൊക്കെ ഇവർക്ക് അറിയണം. അതിനുവേണ്ടി ഇപ്പോൾ ട്രൂത്ത് ഓർ ട്രയർ ഗെയിം കളിച്ച് ഇവളുടെ വായിന്ന് ആ സത്യങ്ങൾ പുറത്തു കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഇവളാണെങ്കിൽ അവരോട് ഒന്നും പറഞ്ഞു കൊടുക്കാതെ പണിഷ്മെന്റിനായിട്ട് ആൽക്കഹോൾ ആണ് എടുക്കുന്നത്. ഇവരുടെ ചോദ്യങ്ങൾക്ക് ഒന്നും തന്നെ ഉത്തരം പറയാൻ പറ്റുന്നില്ല. ആ ഒരു പയ്യൻ ആരാണ്, എങ്ങനെയാണ് നിങ്ങളെ മീറ്റ് ചെയ്തത്, എന്താണ് ജോലി എന്ന ചോദ്യങ്ങളൊക്കെയാണ് ഇവർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇവരെല്ലാം പഠിപ്പിക്കുന്ന പ്രൊഫസറാണ് എന്ന് ഇവൾക്ക് പറയാനാവുന്നില്ല. അതുകൊണ്ടാണ് ഇവളെ ഈ ഒരു പണിഷ്മെന്റ് സ്വീകരിക്കുന്നത്. എല്ലാ ചോദ്യങ്ങൾക്കും ഇവളെ പണിഷ്മെന്റ് സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ ഇവളിപ്പോ ഫുള്ള് ഫിറ്റ് ആയിരിക്കാണ്. അതുകൊണ്ട് തന്നെ യു എത്തിയിട്ട് ഇവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്നു അതായിരിക്കും ഇവളുടെ ബോയ് ഫ്രണ്ട് എന്ന കാര്യം. പക്ഷെ ഇവരെല്ലാവരും നല്ല ഫിറ്റ് ആയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് പ്രൊഫസർ അല്ലേ, അതോ നമുക്ക് തോന്നിയതാണോ എന്നാണ് ഇവർ ചിന്തിക്കുന്നത്. അതിനുശേഷം യു ആണെങ്കിൽ ഇവളെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരുമ്പോൾ ഇവളാണെങ്കിൽ വളരെ റൊമാൻറ്റിക് ആവാനായിട്ട് തുടങ്ങാണ് ഇവനോട്. യു ഇവളെ മാക്സിമം തടഞ്ഞു നിർത്താനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ഇവളാണെങ്കിൽ ഇവനോട് അടുക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ കൂടുതൽ സമയം അവൾക്ക് കോപ്രായങ്ങളൊന്നും കാണിക്കാൻ സാധിക്കുന്നില്ല. ഇവളെ ബോധം പോയി വീടാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഇവൾ എഴുന്നേൽക്കുമ്പോഴാണ് തലേന്ന് കാണിച്ചു കൂട്ടിയതൊക്കെ തന്നെ ഓർമ്മ വരുന്നത്. എന്തായാലും ഫ്രണ്ട്സിനോടൊപ്പം പുറത്തുപോയി വെള്ളം അടിച്ച സ്ഥിതിക്ക് യുവിന്റെ അടുത്ത് നല്ലത് കേൾക്കാൻ സാധ്യതയുണ്ടെന്ന് ഇവൾക്ക് മനസ്സിലാവുന്നു. അതുകൊണ്ട് തന്നെ യു അങ്ങോട്ടേക്ക് വരുമ്പോൾ തന്നെ അവനോട് ക്ഷമ ചോദിക്കാണ്. പക്ഷെ യു ഇവൾക്ക് വന്ന് നല്ലത് കൊടുക്കുന്നു. ഇനി മേല ഇതുപോലത്തെ കാര്യങ്ങൾ ആവർത്തിച്ച് പോകരുത് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇവളോട് ഞാൻ നാളെ മുതൽ ഒരു ബിസിനസ് ട്രിപ്പിനായിട്ട് പോവാണ്, അതുകൊണ്ട് നീ സ്വയം ടേക്ക് കെയർ ചെയ്തോണം,
വെള്ളം അടിച്ച് അലമ്പൊന്നും ഉണ്ടാക്കി നടക്കരുത് എന്ന് പറയുമ്പോൾ ഇവൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇവൾക്ക് നല്ല സന്തോഷമാണ്. പക്ഷെ ഇവനെ കാണിക്കാൻ വേണ്ടി നല്ല സങ്കടമുള്ളത് പോലെ കാണിച്ചാണ് അവനെ പറഞ്ഞു വിടുന്നത്. അവന്റെ ആ ഒരു കൺട്രോളിംഗ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഫ്രീ ആവാം എന്നാണ് ഇവളെ വിചാരിച്ചത്. പക്ഷെ ഇവളിപ്പോ കിടന്നിട്ട് പോലും അവൾക്ക് ഉറക്കം വരുന്നില്ല, ഉറക്കം വരെ പോയിരിക്കുകയാണ്. യുവിനെ ഇവള് നല്ലോണം മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവള് അവനൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് ആ ഒരു മീറ്റിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാം എന്ന് തീരുമാനിക്കുന്നു, അവനുള്ള ആ ഒരു ഹോട്ടലിലേക്ക്. അങ്ങനെ ഇവളും ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്ത് ആ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെ മറ്റൊരു പെൺകുട്ടിയും യുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. സോങ്ങിനെ കാണുമ്പോൾ തന്നെ ആ ഒരു പെൺകുട്ടിക്ക് ഇവള് അവന്റെ സ്റ്റുഡന്റ് ആയിരുന്നു എന്ന കാര്യം മനസ്സിലാവുന്നു. അവന്റെ ആ ഒരു റിസർച്ച് സെന്ററിൽ സോങ് ട്രെയിനിങ്ങിനും മറ്റൊക്കെ ആയിട്ട് പോയതാണല്ലോ, അതുകൊണ്ട് തന്നെ അവിടേക്ക് വെച്ച് ഈ ഒരു പെൺകുട്ടി ഇവളെ കണ്ടിട്ടുണ്ട്, അതാണ് മനസ്സിലാവുന്നത്. പക്ഷെ സോങ്ങിനാണെങ്കിൽ ഇവളെ കണ്ടിട്ട് മനസ്സിലാവാതെ നിങ്ങൾ ആരാ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ പേര് ചെന്നെന്നാണ്. യുവിനോടൊപ്പം PhD പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ ജൂനിയർ ആയിട്ടുണ്ടായിരുന്ന കുട്ടിയാണ് എന്ന് പറഞ്ഞ് ഇവളെ സ്വയം പരിചയപ്പെടുത്തുന്നു. പക്ഷേ സോങ് ആണെങ്കിൽ താൻ അവന്റെ ഗേൾ ഫ്രണ്ട് ആണ് എന്ന കാര്യമൊന്നും പറയുന്നില്ല, പ്രൊഫസറെ കാണാൻ വേണ്ടിയിട്ടാണ് എത്തിയത് എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോഴേക്കും യുവും അങ്ങോട്ടേക്ക് വന്ന് ഇവളെ കണ്ട് ഷോക്കാവുകയാണ്. ഇവനോട് പറയാതെ ആണല്ലോ ഇവളെ എത്തിയത്. എന്തായാലും അവന് വലിയ സന്തോഷമാവുന്നുണ്ട്. ആ ഒരു ചെന്നും അതുപോലെ തന്നെ യുവും ഒക്കെ ഒരു ബിസിനസ് മീറ്റിംഗിലും ഫംഗ്ഷനൊക്കെ പങ്കെടുക്കാനായിട്ടാണ് എത്തിയിരിക്കുന്നത്. അങ്ങനെ അന്ന് നൈറ്റ് ഇവർ മൂന്നുപേരും ഇപ്പോൾ ആ ഒരു ബിസിനസ് ഫംഗ്ഷനിൽ പങ്കെടുക്കാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്നാൽ അങ്ങോട്ടേക്ക് ചെല്ലുമ്പോൾ തന്നെ എല്ലാവരും യുവിനെയും ഷെനിനെയാണ് കമ്പയർ ചെയ്ത് സംസാരിക്കുന്നത്. നിങ്ങളെ എന്നാ വിവാഹം കഴിക്കുന്നത്, നിങ്ങൾ നല്ല പേരാണ്, പെർഫെക്റ്റ് ജോഡികളാണ്, ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന നിങ്ങൾ രണ്ടുപേരും തന്നെയാണ് വിവാഹം കഴിക്കേണ്ടത് എന്നൊക്കെയാണ് ഇവരോട് പറയുന്നത്. പക്ഷെ അത് കേൾക്കുന്ന സോങ്ങിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഇവളുടെ ഫിയാൻസിയെ പറ്റിയാണല്ലോ മറ്റൊരു പെണ്ണുമായിട്ട് കമ്പയർ ചെയ്ത് അവരെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവളെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. യുവിനും ഇവൾക്ക് അത് നല്ല ഫീൽ ആയി എന്ന് മനസ്സിലാക്കി അവളോടൊപ്പം പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. പക്ഷെ ഒരാൾ സംസാരിക്കാൻ വരുന്നത് കൊണ്ട് തന്നെ ഇവന് പോകാനാവുന്നില്ല. അത് മനസ്സിലാക്കി ചെന്നാണെങ്കിൽ ഞാൻ അവളെ നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നു. ഇവള് നല്ല ടെൻഷനിലാണ് ഇപ്പോൾ ഉള്ളത്. ഇനി യുവിന് എന്തെങ്കിലും താല്പര്യം ആ ഒരു പെൺകുട്ടിയോട് ഉണ്ടാവുമോ എന്ന് ചിന്തിച്ചിട്ട് അതുകൊണ്ട് തന്നെ ചെന്നാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവളെ ഡയറക്റ്റ് ആയിട്ട് ഈ ഒരു പെണ്ണിനോട് നിങ്ങൾക്ക് പ്രൊഫസറിനെ ഇഷ്ടമാണോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇവളാണെങ്കിൽ അതെ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ അത് കേട്ട് സോങ് ഷോക്കായി. നിങ്ങൾ ശരിക്കും അത് അക്സെപ്റ്റ് ചെയ്യുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ചെന്നും അതെ, അതിലെന്താ ഇത്ര നാണിക്കാനുള്ളത്, അദ്ദേഹം എന്ത് നല്ല ഹാൻസം ആണ്, ടാലന്റഡ് ആണ്, ഇന്റലിജന്റ് ആണ്, ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കൊണ്ട് ഉയർന്ന സ്റ്റാറ്റസ് ഉള്ള വ്യക്തിയാണ്, പിന്നെ എന്തുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൂടാ, എന്തായാലും ഈ ഒരു കാര്യം നീ അറിഞ്ഞാൽ മതി, മറ്റാരോടും പറയണ്ട എന്നാണ് ഈ ഒരു പെണ്ണ് പറയുന്നത്. സോ ആ ഒരു കാര്യം കേട്ടതുകൊണ്ട് തന്നെ ഇവള് റൂമിൽ വന്ന് വളരെ നിരാശയിലാണ്. യു ആണെങ്കിൽ അപ്പൊ അങ്ങോട്ടേക്ക് വന്ന് ഇവളോട് നീ ഇനി ഇതുപോലെ വരികയാണെങ്കിൽ എന്നോട് മുൻകൂട്ടി അറിയിക്കണം, ഒറ്റയ്ക്ക് വന്നാലോ നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ എങ്ങനെയാ അറിയുന്നത്, അതുകൊണ്ട് നീ എന്തായാലും എന്നെ അറിയിക്കണം എന്ന് പറയുമ്പോൾ ഇവളെ മനസ്സിൽ ഓ ഞാൻ പറയാതെ വന്നാല് നിങ്ങൾക്ക് രണ്ടുപേർക്ക് അത് ഡിസ്റ്റർബൻസ് ആവില്ലേ, അതുകൊണ്ടായിരിക്കും അല്ലേ എന്നാണ് ചിന്തിക്കുന്നത്. ഇവൾക്ക് നല്ല വിഷമവും ദേഷ്യമൊക്കെ ഉള്ളിലുണ്ട് ഇവനോടും അവളോടും. ഇവനും ആ ഒരു പെൺകുട്ടിയോട് താല്പര്യമുണ്ട് എന്നാണ് ഇവളെ വിചാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവനോട് എനിക്ക് ഉറങ്ങണം, നല്ല ക്ഷീണമുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഇവനെ അവോയ്ഡ് ചെയ്തിട്ട് കിടന്നുറങ്ങുകയാണ്. അതിനുശേഷം ഇവളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ യു ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്നില്ല. യു ഇവൾക്ക് മെസ്സേജ് അയക്കുന്നത് നീ എഴുന്നേൽക്കുമ്പോൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എനിക്കിന്ന് കുറച്ച് ബിസിയാണ്, നൈറ്റ് കാണാം എന്നാണ്. അങ്ങനെ ഇവളും കുഴപ്പമൊന്നും ഇല്ലാണ്ട് താഴെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. പക്ഷെ ആ ഒരു സമയത്ത് പുറത്തുകൂടി ബിസി എന്ന് പറഞ്ഞ യു ചെന്നോടൊപ്പം പോകുന്നതാണ് ഇവളെ കാണുന്നത്. ഇവൾക്കത് നല്ല സങ്കടമാവുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളെ റൂമിൽ വന്ന് ആ ഒരു കാര്യങ്ങളൊക്കെ ലയെ വിളിച്ച് പറയുന്നു. അയാൾ എന്നെ ചതിക്കായിരുന്നു, അയാൾക്ക് വേറെ അഫയർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലയം അത് കേട്ട് അയാൾ അത്തരക്കാരനായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. എന്നിട്ട് ഇവളെ യുവിന് വീണ്ടും മെസ്സേജ് അയച്ചാൽ നിങ്ങൾ എപ്പോഴാണ് വരുന്നത്, ഞാൻ ഇവിടെ ഒറ്റയ്ക്കാണ് എന്ന് പറഞ്ഞ് അയക്കുന്നു. പക്ഷെ യു ആണെങ്കിൽ ഞാൻ കുറച്ച് ബിസിയാണ്, നീ കിടന്നോ, ഫുഡൊക്കെ കഴിക്കണം, ഞാൻ വരാൻ കുറച്ച് ലേറ്റ് ആവും എന്ന് പറഞ്ഞ് അയക്കാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇവളെ അവോയ്ഡ് ചെയ്യുന്നത് കൊണ്ട് സഹിക്കാൻ വയ്യാതെ ഇവളെ ഫുള്ള് കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറെ കഴിയുമ്പോഴാണ് യുവും അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇവളെ കരയുന്നത് കണ്ട് നിനക്ക് എന്താ പറ്റിയത്, ആരാ തന്നെ ഉപദ്രവിച്ചത്, എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവള് നല്ല ദേഷ്യം വന്ന് ഇവനെ പിടിച്ച് മാറ്റിയിട്ട് കണ്ട പെണ്ണുങ്ങളോടൊക്കെ കറങ്ങി നടന്നിട്ട് അവസാനം എത്തിയോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ യുവിന് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പൊ സോങ് നല്ല ദേഷ്യത്തില് ഇവന്റെ ആ ഒരു റിങ് വരെ ഓടി തിരിച്ചു കൊടുക്കാനായിട്ട് പോവുകയാണ്, ഈ ഒരു റിലേഷൻ വേണ്ട എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ യു ഇവളെ ഒരുവിധം ആശ്വസിപ്പിച്ച് നീ എന്തൊക്കെയാ പറയുന്നത്, ചെന്നുമായിട്ടുള്ള കാര്യമാണോ നീ പറയുന്നത് എന്ന് ചോദിച്ച് ഇവളെ സമാധാനിപ്പിച്ചിട്ട് ഇവളോട് പറയുന്നത് നീ ഒന്ന് കേൾക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കാണ്. അതായത് ചെന്നിനെ ഇവൻ കൂട്ടിക്കൊണ്ടുപോയതിന് കാരണം സോങ്ങിന് ഒരു സർപ്രൈസ് കൊടുക്കുന്നതിനെ പറ്റി പ്ലാൻ ചെയ്യാനാണ്. ആ ഒരു കാര്യം യു ഇവളോട് പറയുമ്പോൾ ചെന്നി ഇവനോട് സർപ്രൈസോ ആർക്കാണ് എന്ന് ചോദിക്കുന്നു. അപ്പൊ യുവും അത് സോങ്ങിനാണ് എന്ന് പറയുന്നത് കേട്ട് ഇവളെ നന്നായിട്ട് ഷോക്ക് ആവുകയാണ്. സോങ്ങിനോ, അവള് നിങ്ങളുടെ സ്റ്റുഡന്റ് അല്ലേ എന്ന് ചോദിക്കുന്നു. അപ്പൊ ഇവനും അതെ, അവൾ എന്റെ സ്റ്റുഡന്റും ആണ്, അതേപോലെ എന്റെ ഫിയാൻസിയാണ് എന്ന് പറയുമ്പോഴാണ് ഇവള് കാണിച്ച മണ്ടത്തരത്തിന്റെ കാര്യം ഇവൾ ഓർക്കുന്നത്. ഇവൾക്ക് ശരിക്കും യുവിനോട് താല്പര്യമൊന്നുമില്ല. സോങ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് കൊണ്ട് മാത്രമാണ് വളരെ തമാശ എന്ന രീതിയിൽ ആ ഒരു കാര്യം പറഞ്ഞത്. പക്ഷെ തമാശ ആരോടാണ് പറഞ്ഞു പോയത് എന്ന് ഇപ്പോഴാണല്ലോ ഇവൾ അറിയുന്നത്. സോ യു ഇവളോട് ആ ഒരു കാര്യം പ്ലാൻ ചെയ്യാനാണ് ഞങ്ങൾ ഒരുമിച്ച് പോയത് എന്ന് ഇവളോട് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഇവളും കുറച്ച് ഓക്കെ ആവുകയാണ്. ഇവളുടെ ആ ഒരു പിണക്കവും കാര്യങ്ങളൊക്കെ മാറുന്നു. ഇവൾക്കും ആ ഒരു പെണ്ണ് അങ്ങനെ പറഞ്ഞത് വെറുതെ ആയിരുന്നു എന്ന കാര്യം മനസ്സിലാവുകയാണ്. യുവും ഇവൾക്ക് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഗിഫ്റ്റ് എടുത്തു കൊടുക്കുന്നു. അതൊരു മാലയാണ്. ഇവൾക്കും അത് വളരെയധികം ഇഷ്ടപ്പെടുകയാണ്. അതിനുശേഷം ഇവർ തിരിച്ച് നാട്ടിൽ വന്ന് ഇവരുടെ രണ്ടുപേരുടെ മാരേജ് ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്യുകയാണ്. പക്ഷെ രജിസ്റ്റർ ചെയ്തതിന് ശേഷവും ഇവളാണെങ്കിൽ
എനിക്ക് കല്യാണം കഴിച്ചെന്ന് വിശ്വസിക്കാനാവുന്നില്ല, ഒരു ഫീലിംഗ് കിട്ടുന്നില്ല എന്ന് പറയുമ്പോൾ അങ്ങോട്ടേക്ക് പെട്ടെന്ന് ഒരു കാർ വരുന്നു. ഒരു ബൊക്കയും അതുപോലെ തന്നെ ഇവൾക്കുള്ള നെറ്റും ഒക്കെ ആയിട്ടാണ് അലക്സ് എത്തിയിരിക്കുന്നത്. യു തന്നെ ഇവൾക്ക് ആ ഒരു നെറ്റും വെച്ച് കൊടുത്ത് ബൊക്കയും കൊടുത്തിട്ട് ഇപ്പൊ എന്താ കല്യാണം കഴിച്ച ഫീൽ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് വളരെ ഹാപ്പിയായി ഇമോഷണൽ ആവുകയാണ്. ഇവളെ ഹാപ്പി ആക്കാൻ വേണ്ടി അവൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. അവരുടെ മാരേജ് ഒക്കെ ഒഫീഷ്യലി രജിസ്റ്റർ ചെയ്തത് കൊണ്ട് തന്നെ ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് ആണ്. അവര് അന്ന് നൈറ്റ് ഒരുമിച്ച് സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഇവളെ എഴുന്നേൽക്കുമ്പോൾ യു ആണെങ്കിൽ അവന്റെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ വിവാഹം കഴിഞ്ഞു എന്ന കാര്യങ്ങളൊക്കെ പബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇവള് ഇത് കുറച്ച് ഫാസ്റ്റ് ആയി പോയില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ എങ്കിൽ പിന്നെ ഞാനത് ഡിലീറ്റ് ചെയ്തേക്കാം എന്ന് പറയുമ്പോൾ ഇവള് വേണ്ട അത് കിടന്നോട്ടെ എന്ന് പറഞ്ഞ് ഇവളും ഇവളുടെ ലൈവിൽ വന്നിട്ട് ഓഡിയൻസിനോടും ഫാൻസിനോടൊക്കെ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവള് മാരീഡ് ആയ കാര്യവും ഷെയർ ചെയ്യുകയാണ്. അതിനുശേഷം അന്ന് നൈറ്റ് ആണെങ്കിൽ ഇവളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അതെടുത്ത് നോക്കുന്നത് യു ആണ്. അയച്ചേക്കുന്നത് മറ്റാരുമല്ല, ഷിന്നാണ്. ഒന്ന് നേരിട്ട് കാണാൻ പറ്റോ എന്ന് ചോദിച്ചിട്ട് ഇവനും കാണാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് റിപ്ലൈ കൊടുക്കുന്നു. അതിനുശേഷം ഇപ്പോ യു തന്നെയാണ് ഷിന്നെ കാണാൻ വേണ്ടി എത്തിയിരിക്കുന്നത്. സോങ് വന്നിട്ടില്ല. ഷിന്നും വളരെ സർപ്രൈസ് ഒന്നും ആവുന്നില്ല. ഇവന് മനസ്സിലായി സോങ് എന്തായാലും വരാൻ പോകുന്നില്ല എന്ന കാര്യം ഇവൻ അറിയാം. എങ്കിലും അവൻ എല്ലാം കരുതിയിട്ടാണ് എത്തിയത്. അപ്പോ യു ആണെങ്കിൽ ഇവനോട് അവൾ നിന്റെ പിറകെ ഒരുപാട് നടന്നതാണ്, പക്ഷെ നീ ഒരിക്കൽ പോലും അവളുടെ ഇഷ്ടം സ്വീകരിച്ചിട്ടില്ല. ഇപ്പൊ അവൾ മറ്റൊരാളെ ഇഷ്ടപ്പെടുമ്പോൾ നീ എന്തിനാണ് ഇടയ്ക്ക് വന്ന് ശല്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു കരിയർ ഉണ്ട്, കോൺഫിഡൻസ് ഉണ്ട്, പക്ഷെ എനിക്ക് ഇതൊന്നും തന്നെ ഇല്ല. ഞാനൊരു ലക്ഷറി ലൈഫ് ജീവിക്കുന്ന ഒരു വ്യക്തിയല്ല, അത്രയും കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയല്ല. പക്ഷെ എന്തെങ്കിലും എന്റെ ഇഷ്ടം അവളെ അറിയിക്കണമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. എന്നാൽ അവൾ എന്റെ കയ്യിൽ നിന്ന് എന്നേക്കുമായിട്ട് പോകുന്നു ഞാൻ വിചാരിച്ചില്ല എന്ന് പറയുമ്പോൾ യു ഇവനോട് നീ നിന്റെ വീക്ക്നെസ് എക്സ്ക്യൂസ് ആയിട്ട് പറഞ്ഞ് രക്ഷപ്പെടണ്ട. നീ സ്വയം ക്ലിയർ ചെയ്യേണ്ടത് ചെയ്യണമായിരുന്നു. ഒരുപാട് അവസരങ്ങൾ നിനക്കുണ്ടായിരുന്നു, നീ തന്നെയാണ് അതെല്ലാം ഒഴിവാക്കിയത്. എന്നിട്ട് ഇപ്പൊ നീ വെറുതെ സമയത്തെ പഠിച്ചിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഷിന്നാണെങ്കിൽ അവൻ സ്വയം തീരുമാനമെടുക്കേണ്ടിയിരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നല്ലോ. ഇവന്റെ മിസ്റ്റേക്ക് തന്നെയാണ് അവളെ കയ്യിൽ നിന്ന് പോയത്. സോ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ ഇപ്പോ യുവിനോട് ഒരു മാരേജ് വിഷ് പറയാണ്. അതിനുശേഷം നമ്മൾ കാണുന്നത് ഇപ്പോ ഇന്ന് ഇവരുടെ വിവാഹ ദിവസമാണ്. മാരേജ് രജിസ്റ്റർ ചെയ്തു എങ്കിൽ പോലും ആ ഒരു ആഘോഷം കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ലല്ലോ. സോങ് കല്യാണം കഴിച്ചു പോകുന്നത് കൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ വിഷമം ലയക്കാണ്, അവളുടെ അമ്മയേക്കാൾ കൂടുതൽ. അതിനുശേഷം ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ നടക്കാണ്. സോങ് ആണെങ്കിൽ സ്വന്തമായിട്ട് എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്ങും യുവിന് വേണ്ടിയിട്ട് എല്ലാവരുടെ മുന്നിൽ വെച്ച് പാടുകയാണ്. യുവിനും അത് വളരെയധികം ഇഷ്ടപ്പെടാണ്. അവിടെ തന്നെ ഷിന്നുണ്ട്. ഇവൻ ഇപ്പൊ എന്തായാലും ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അവർ ഹാപ്പി ആയിട്ട് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു ഡ്രാമ ഹാപ്പി എൻഡിംഗിൽ അവസാനിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോ കാണാം.